നമുക്കൊരു വേദഭാഗം വായിക്കാം. റോമർ 10:9, 1 യോഹന്നാൻ 2:22 രണ്ട് വേദഭാഗങ്ങൾ. റോമർ 10:9. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, അത് വായി കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. ആമേൻ. 1 യോഹന്നാൻ 2:22. യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തുവാകുന്നു. പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ബൈബിൾ ആക്ഷരികമായി തന്നിരിക്കുന്നു, ആത്മീകമായും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. കരുണയുള്ള കർത്താവേ, ഈ അന്ത്യകാലത്ത് നോക്കി കർത്താവ് പറഞ്ഞത് ഈ കാലം നോഹയുടെ കാലം പോലെ ആകും എന്നാണ്. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. അത് നമ്മളിവിടെ നോക്കി യേശുവിനെ ക്രിസ്തു എന്ന് ഈ ആത്മീകമായി പറഞ്ഞിരിക്കുന്നതിന്റെ ആക്ഷരികം, എന്നാൽ ആക്ഷരികം കൊണ്ട് മനുഷ്യർ ലോകം അതിനെ മൂന്നാക്കുന്നു. കാരണമുള്ള കർത്താവെ, ദൈവത്തിന്റെ സത്യങ്ങളെ നമുക്ക് അവിടുന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഇരിക്കാം എല്ലാവർക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് പുതിയതായിട്ട് 1-2 വന്നിട്ടുണ്ട്. ഇപ്പം ബാക്കിൽ ഒരു ബ്രദർ വന്നത് ആര് വിളിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? പുതിയതായിട്ട് ബ്രദർ വന്നിരുന്നു. ഓക്കെ, കർത്താവ് വിളിക്കുന്നുണ്ട്. ഐസ ബ്രദർ നേരത്തെ 1-2 വിളിക്കുന്നുണ്ട്. അതാണ് ആരാണ് വെളിയിൽ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മൾ വായിച്ചത് റോമർ 10:9. നമ്മളോട് എടുത്തുകൊണ്ടിരുന്നതാണ് യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം. അതായത് നമ്മുടെ ഇന്ന് അതിൻ്റെ അവസാനത്തെ ഭാഗമാണ്. ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കാൻ വിചാരിക്കുന്നു. ഇപ്പോൾ വായിച്ചത് യേശുവിനെ കർത്താവെന്ന് വിശ്വസിക്കണം. യേശു എന്ന് വെച്ചാൽ നമുക്കറിയാം പുത്രന്റെ പേരാണ് യേശു. പിതാവായ ദൈവം, സൃഷ്ടികർത്താവായ ദൈവത്തിന്റെ പേരാണ് കർത്താവ്. എന്നാൽ ആക്ഷരികമായി നോക്കുമ്പോൾ ലോകം ഇതിനെ 3 വ്യക്തി എന്ന് പറയുന്നു. ഒരിക്കലും പുത്രനല്ല പിതാവ്, പിതാവല്ല പുത്രൻ എന്നാണ് ലോകം പഠിപ്പിക്കുന്നത്. എന്നാൽ യോഹന്നാൻ 10:30 യേശു വ്യക്തമായി പറഞ്ഞു, ഞാനും പിതാവും ഒന്നാകുന്നു. ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൂട്ടുകയോ ഒന്ന് കുറയ്ക്കുകയോ ചെയ്യുന്ന വിശുദ്ധ നഗരത്തിലും ജീവന്റെ അംശത്തിലും ഓഹരിക്കാനാവുകയില്ല. അപ്പൊ യേശു ഒന്ന് എന്ന് പറഞ്ഞിട്ടും അവർ അതിനെ രണ്ടാക്കുന്നു. ഇപ്പൊ നമ്മൾ വായിച്ചത് 1 യോഹന്നാൻ 2:22 യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? കള്ളൻ എന്ന് വെച്ചാൽ നമുക്കറിയാം, മത്തായി 13 പറയുന്നു കള്ളൻ ആരാണ്? വിത്ത് നല്ല വിത്ത് വിതച്ചവൻ മനുഷ്യപുത്രൻ, കള വിതച്ചവൻ ദുഷ്ടൻ, അത് പിശാച് തന്നെ. അപ്പോൾ യേശുവിനെ ക്രിസ്തു അല്ല എന്ന് ആരും പറയില്ല. എല്ലാവരും പറയുന്നത് യേശു തന്നെയാണ് ക്രിസ്തു. കാര്യം കർത്താവായ യേശു ക്രിസ്തു. ഇത് ആത്മീകമാണ്. ഈ ആത്മീകത്തെ ആക്ഷരീകം കൊണ്ടുവന്ന് കൊല്ലുകയാണ്. അതാ യേശു പറഞ്ഞ എങ്കൽ ഇടറാത്തവൻ ഭാഗ്യവാന്മാർ. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് നോക്കിയാൽ അത് 3 വ്യക്തി എന്ന് തോന്നും. എന്നാൽ ഈ 3 പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മാവിന്റെ നാമം ക്രിസ്തു. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവൻ എതിർ ക്രിസ്തു ആകുന്നു. നമ്മൾ ആ കാര്യമാണ് നോക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്ത് വരെയുള്ള സഭകളോട് നാം അവിടെ പല സഭകളിലുമായിരുന്നു. നമ്മൾ എന്തുകൊണ്ടാണ് അവിടെ നിന്ന് ഈ ഒരു കൂട്ടത്തിലേക്ക് വന്നത്? പെന്തക്കോസ്ത്, കത്തോലിക്ക, മാർത്തോമ, CSI, ലൂതർ മിഷൻ, സൗന്ദര്യ, യഹോവസാക്ഷികൾ, യേശുനാമ സഭകൾ, ഇങ്ങനെ എല്ലാ സഭകളിലും ദൈവത്തിന്റെ ജനം ഇരിപ്പുണ്ട്. ഇത് യേശു മുൻകൂട്ടി മത്തായി 13-ാമത്തെ അധ്യായത്തിൽ ഒരു ഉപമ പറഞ്ഞിരുന്നു. ആ ബ്രദർ അവിടെ പോയി വന്നിരിക്കുന്നു. ഓക്കെ, ബ്രദർ പുതിയതായിട്ട് വന്ന ബ്രദറിന് വേണ്ടിയാണ്. വേറെ 1-2 പുതിയതായിട്ട് വന്നിട്ടുണ്ട്. റോമർ 10:9 പറയുന്നത് യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. ഇത് എല്ലാവർക്കും അറിയാം, യേശു തന്നെയാണ് കർത്താവെന്ന്. അതുപോലെ 1 യോഹന്നാൻ 2:22 പറയുന്നു യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു? കള്ളൻ. പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു. ഇത് ആത്മീയ നാമമാണ്. ഈ ആത്മീയ നാമം ഉപയോഗിച്ചാൽ എല്ലാവർക്കും അറിയാം യേശു തന്നെയാണ് കർത്താവ്, യേശു തന്നെയാണ് ക്രിസ്തു.
എന്നാൽ ദൈവം ആദ്യമായി ആക്ഷരിക വചനമാണ് ലോകത്തിലേക്ക് നടത്തുന്നത്. ആക്ഷരികമായിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഇതാ ഈ പിതാവായ ദൈവം, പഴയ നിയമത്തിൽ ദൈവം വചനം നൽകി, അത് അനുസരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവം പിതാവ്, അല്ലെ? ആത്മാവ് വഴി നടത്തുന്നവർ ദൈവത്തിന്റെ മക്കൾ. അപ്പോൾ ആ ആത്മാവ് വഴി നടത്തുന്നവർക്ക് മാത്രമാണ് ഈ പിതാവ്, ദൈവം പിതാവായിരിക്കുന്നത്. ആ പിതാവിന്റെ നാമമാണ് കർത്താവ്, സൃഷ്ടികർത്താവ്, യഹോവയായ കർത്താവ്, ദൈവമായ കർത്താവ്. യേശു പിതാവിനെ വിളിച്ചിരുന്നത് കർത്താവെ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. യേശു സ്നാനമേറ്റ് കയറിയപ്പോൾ പിശാച് പരീക്ഷിക്കാമെന്നപ്പോൾ പറയും, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്, പിതാവിനെ പരീക്ഷിക്കരുത്, ദൈവമായ കർത്താവ്. അപ്പൊ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തിയുടെ പേരാണ് കർത്താവ്. പഴയ നിയമത്തിൽ മുഴുവൻ ലോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ. മലയാളത്തിൽ മാത്രമേ യഹോവ എന്നുള്ളൂ. തമിഴിലും മറ്റെല്ലാ ഭാഷയിലും കർത്താവ് എന്നാണ്, കർത്തർ എന്നാണ്. അപ്പോൾ പുത്രൻ എന്ന് പറയുന്ന പുത്രന്റെ നാമമാണ് യേശു. അപ്പൊ പിതാവിന്റെ നാമം കർത്താവ്, നമുക്കറിയാം, ദൈവമായ കർത്താവ് അല്ലെങ്കിൽ യഹോവയ കർത്താവ്. പുത്രന്റെ നാമം യേശു. അപ്പൊ യേശുവിനെ കർത്താവ് എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായിക്കൊണ്ട് ഏറ്റു പറയണമെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും. എന്നാൽ പുത്രൻ തന്നെയാണ് പിതാവ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. പുത്രൻ തന്നെ എന്ന് പറഞ്ഞാൽ പുത്രന്റെ സ്ഥാനത്ത് വന്നത് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. 3 ദൈവം ഉണ്ടായിരുന്നതിൽ ഒരു ദൈവമല്ല ഇറങ്ങി വന്നത്, ആ ഒരു ദൈവം തന്നെയാണ്. യേശു പറഞ്ഞു പോകുന്നതിന് പറഞ്ഞ് കുറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ, നമ്മളുടെ എടുത്ത വചനമാണ്, ഞാൻ ഒന്ന് വിവരിക്കുകയാണ്. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലും 16-ലും പറയുന്നുണ്ട്, കുറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, ഉയർത്തെഴുന്നേറ്റ് പോവുകയാണ്. വീണ്ടും കുറഞ്ഞോ എന്ന് കഴിഞ്ഞാലോ ഞാൻ പോയി മടങ്ങി വരികയും നിങ്ങളോ എന്നെ കാണും. അപ്പോൾ ലോകം കാണുകയില്ല എന്ന് പറയുന്നത്, ലോകം ആരാണ് നമുക്ക് തുടർന്നുള്ള നോക്കുകയാണ്. ലോകം കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും എന്ന് യേശു പറയുന്നു. കുറഞ്ഞൊന്നും കഴിഞ്ഞാൽ ലോകം കാണില്ല. ഞാൻ പോയി മടങ്ങി വരുമ്പോൾ ലോകം അപ്പോഴും കാണില്ല, എന്നെ അറിയാത്തത് കൊണ്ട് എന്നെ പ്രാപിക്കാനും കഴിയില്ല. പക്ഷെ നിങ്ങളോ എന്നെ കാണും, ഞാനോ ലോകാവസാനം എല്ലാ നാളും ലോകത്തോടു കൂടെ എന്നല്ല, നിങ്ങളോടുകൂടെ. അപ്പൊ ഈ ലോകം ആരെന്നും നിങ്ങൾ ആരാണെന്നും നമ്മളിന്ന് പഠിക്കാൻ പോവുകയാണ്. യേശു പറഞ്ഞ പ്രകാരം മത്തായി 13-ാമത്തെ അധ്യായത്തിൽ യേശു ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്. നോക്കാം, മത്തായി 13-24-ാമത്തെ വാക്യത്തിൽ അവൻ മറ്റൊരു ഉപമ അവർക്ക് പറഞ്ഞു കൊടുത്തത്, സ്വർഗരാജ്യം ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശം. സ്വർഗരാജ്യത്തെ പറയുന്നത് നല്ല വിത്ത് മാത്രമേ സ്വർഗരാജ്യത്തും ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്നത് ഒരു മനുഷ്യൻ തന്റെ നിലത്ത് നല്ല വിത്ത് വിതച്ചതിനോട് സദൃശമാകുന്നു. നോക്കുക, മനുഷ്യർ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു, ആരുടെ? മനുഷ്യന്റെ ശത്രു വന്ന് ഗോതമ്പിന്റെ ഇടയിൽ കള വിതച്ച് പൊയ്ക്കളഞ്ഞു. അപ്പോൾ ഒരു വയൽ എന്ന് വെച്ചാൽ ലോകം ആണ്, അല്ലെങ്കിൽ സഭ ആണ്. ഈ സഭയിൽ ആദ്യം ഒരു മനുഷ്യൻ നല്ല വിത്ത് വിതച്ചു. ആ വിത്തിനെ പറയുന്നതാണ് ഗോതമ്പ്. എന്നിട്ട് ഈ സഭയിലുള്ള ജനങ്ങൾ ഉറങ്ങുമ്പോൾ അവന്റെ ശത്രു, ആരുടെ ശത്രു? ഉറങ്ങുന്നവന്റെ ശത്രുവാണ്. ആത്മാവിൽ ഉണർന്ന് ദൈവവചനം കേൾക്കാൻ ഇരിക്കുന്നവരുടെ അല്ല. ഉറങ്ങുന്ന മണവാട്ടിയുണ്ട്, ബുദ്ധിയുള്ള മണവാട്ടിയുണ്ട്. അപ്പൊ മനുഷ്യർ ഉറങ്ങുമ്പോൾ അവരുടെ ഇടയിലേക്ക്, ആ ദൈവത്തിന്റെ ഒരു ആലയം, സഭയിലേക്ക് ഗോതമ്പിന്റെ ഇടയിലാണ് കള വിതച്ചത്. ഓക്കെ, അപ്പൊ 2 തരം വിത്ത് സഭയിൽ ഉണ്ട്. ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായി വന്നു. എപ്പോഴാണ് കളയെ തിരിച്ചറിഞ്ഞത്? ഞാറ് വളർന്ന് കതിരായപ്പോൾ. കതിരെന്ന് വെച്ചാൽ എന്താണ്? വിളവായി, കൊയ്ത്തിന്റെ സമയമായി. ഇനി ഈ വന്ന ഇത്രയും ഭാഗം നോക്കിയാൽ യേശു പറഞ്ഞു 13:30 പറഞ്ഞു, അന്ത്യനാളിൽ യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കും. അപ്പൊ കളപ്പുരയിൽ ശേഖരിക്കാൻ തക്കവണ്ണം ദൈവം വിതച്ച വിത്ത് പാകമായി, കൊയ്ത്തിന് പാകമാകുന്ന സമയത്ത് മാത്രമേ കളകളെ തിരിച്ചറിയാൻ കഴിയുള്ളൂ. ആർക്കാണ് കളകളെ തിരിച്ചറിയാൻ കഴിയുന്നത്? ആർക്കാണ്? ദൈവത്തിനും ദൈവത്തിന്റെ ജനത്തിനും അല്ലാതെ കളകളെ തിരിച്ചറിയാൻ കഴിയില്ല. ഇപ്പോൾ ഉദാഹരണം, നമുക്ക് നമ്മുടെ മുമ്പിലുള്ള കത്തോലിക്ക മുതലുള്ള സഭ, കത്തോലിക്ക സഭ ശരിയല്ലെന്ന് ആർക്കറിയാം? മാർത്തോമ, CSI, സെവൻത് യഹോവസാക്ഷികള്, പെന്തക്കോസ്തുകാർക്ക് അറിയാം. അവരുടെ ആചാരങ്ങൾ, വിഗ്രഹാരാധന, അത് ശരിയല്ല. പക്ഷെ അവർക്കറിയാമോ? അവർക്കറിയില്ല. അപ്പോൾ CSI, മാർത്തോമ ഇവര് ശരിയാണോ ഇല്ല എന്ന് അവർക്ക് ശേഷം വിളിച്ചു കൂട്ടിയ പെന്തക്കോസ്തുകാർക്ക് അറിയാം. ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കേണ്ടതാകുന്നു. അവർ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും അല്ല ആരാധിക്കുന്നത്, അതുകൊണ്ട് അവർ ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ സഭാകാലം പഠിപ്പിക്കുന്നത്, ഇത് FSO സഭാകാലം.
53 മുതൽ 107 വരെ പൗലോസ് അല്ലെങ്കിൽ അപ്പോസ്തലന്മാരിലൂടെ ദൈവം വിതച്ച ഒരു വിത്ത്, യേശു ക്രിസ്തു വിതച്ച വിത്ത് ഇവിടെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഓരോ വർഷക്കാലവും ഇത് കത്തോലിക്ക സഭ വന്നപ്പോൾ അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് പഠിപ്പിച്ച ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം, ഒരു സഭ മാത്രമല്ല. അടുത്ത ശ്രദ്ധിച്ചോണം, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും അത് പരിശുദ്ധാത്മാവാണ്. എല്ലാവർക്കും മുകളിലുള്ളവനും അത് ദൈവം. ലോകം പറയുന്ന ആളാണ്. എല്ലാവരിലും കൂടി എഫേസ്യ ലേഖനം 6-ാമത്തെ അധ്യായം 4-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം നോക്കണം. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും പരിശുദ്ധാത്മാവാണ്. എല്ലാവർക്കും മുകളിലുള്ളവനും അത് ദൈവം. എല്ലാവരിലും ഇരിക്കുന്നവനും പരിശുദ്ധാത്മാവാണ്. ബൈബിൾ പറയുന്നു ഇവൻ തന്നെ പിതാവും ദൈവവും. ലോകം അംഗീകരിക്കുമോ? അത് അംഗീകരിക്കാത്ത ഒരു കൂട്ടത്തായിരുന്നു നമ്മൾ. എല്ലാവരിലും കൂടി എഫേസ്യ ലേഖനം 4:6 എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവർക്കും മുകളിലുള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനും ദൈവവും പിതാവുമായവൻ ഒരുവൻ. ഇതാണ് ദൈവം ആത്മാവാകുന്നു, പിതാവും ആത്മാവും, പരിശുദ്ധാത്മാവും ആത്മാവാകുന്നു. ഈ ആത്മാവായ ദൈവത്തെയാണ് പറയുന്നത് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ നീ മാത്രം പരിശുദ്ധൻ. ആ ദൈവം ആത്മാവായ ആ പരിശുദ്ധനായ ആത്മാവാണ് ഈ പരിശുദ്ധാത്മാവ്. വേറെ ആത്മാവല്ല, മൂന്നാമത്തെ ആത്മാവല്ല. ലോകം അതാണ് ഈ ലോകം. ഉറങ്ങുന്ന മണവാട്ടിക്ക് അത് മനസ്സിലാവുകയില്ല. നമ്മൾ അവരുടെ ഇടയിലായിരുന്നു. കാലത്തികവിൽ ദൈവത്തിന്റെ വെളിപ്പാട് നമ്മെ തേടി വന്നപ്പോൾ ഇപ്പൊ താഴോട്ട് പറയുന്നത് ഗോതമ്പിന്റെ ഇടയിൽ കളകൾ വിളച്ചു. അപ്പൊ ഒരു സഭയ്ക്കകത്ത് കളയുമുണ്ട്, ഗോതമ്പുമുണ്ട്. ഇവർ എപ്പോഴാണ് കളയാണെന്നും ഗോതമ്പെന്നും തിരിച്ചറിയുന്നത്? കൊയ്ത്തിന്റെ സമയമാകുമ്പോൾ. ആർക്കാണ് മനസ്സിലാവുന്ന നോക്കിക്കൊള്ളാം. 13:26 ഞാറ് വളർന്ന് കതിരായപ്പോൾ കളയും കാണായിക വന്നു. അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ. ഇത് വചനം ആയിരക്കണക്കിന് നൂറുകണക്കിന് എപ്പോഴും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇന്ന് വരെ നമുക്കിത് മനസ്സിലായി. ആരാണ് കളയും ഗോതമ്പ് തിരിച്ചറിഞ്ഞവർ? അപ്പോൾ വീട്ടുടയവന്റെ ദാസന്മാർ ആരാണ്? ഇതാണ് ദൈവജനം. വീട്ടുടയവൻ കർത്താവ്. ദൈവത്തിന്റെ ആത്മാവ് വഴി നടത്തുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ. അവരുടെ ദൈവദാസൻ എന്ന് പറയും. ഓക്കെ. വീട്ടുടയവന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ വയലിൽ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യേശു സഭയിൽ വിത്ത് വിതച്ചു. അപ്പോൾ തന്നെ പിശാച് വന്ന് കളയും വിതച്ചു. കളയും ഗോതമ്പും ഒന്നുപോലെ സഭയിലിരുന്നു. നമ്മളും അവിടെ ആയിരുന്നു. ഇന്നും ഈ സഭകളിൽ രണ്ടും കൊയ്ത്തോളം പാകമായി ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ട്രാക്റ്റുമായി ഈ സഭകളിൽ പോകുന്നത്. ആരെ തേടി പോകുന്നു? ദൈവജനത്തെ, ഗോതമ്പിനെ തേടി പോകുന്നു. അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് എടുത്ത ആദ്യത്തെ ഗോതമ്പാകുന്നു നാം. ആ ഗോതമ്പിനെ കടത്തിവിടുമ്പോൾ ഒരു വാതിലുണ്ട്. ആ വാതിൽ വഴിയാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. അവരാണ് അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യുന്നത്. ആ വാതിലാകുന്നു കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ വീട്ടുടയന്റെ ദാസന്മാർ അവന്റെ അടുക്കൽ ചെന്ന് യജമാനനെ നല്ല വിത്തല്ലയോ വിതച്ചത്, പിന്നെ കള എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. ഏതാണ് നല്ല വിത്ത്? യേശു വിതച്ച വിത്ത്, ദൈവം വിതച്ച വിത്ത് ഏതാണ്? കള ഏതാണെന്ന് നോക്കാൻ പോവുകയാണ്. ഇത് വരാൻ പോകുന്ന ഒരു കാലത്തെ കാര്യം കർത്താവ് പറഞ്ഞതാണ്. സഭാപ്രസംഗി 1:9 പ്രകാരം സൂര്യന് കീഴിൽ പുതിയതായി ഒന്നും സംഭവിക്കുന്നില്ല. പഴയകാല നിയമകാലത്ത് മോശയിലൂടെയും നോഹയിലൂടെയും പ്രവാചകന്മാരിലൂടെയും യോഹന്നാൻ സ്നാപകനിലൂടെയും യേശുവിലൂടെയും കർത്താവ് തന്റെ വചനം പറഞ്ഞപ്പോൾ അതിനെതിരെ നിന്നവരെല്ലാം കള വിതയ്ക്കുകയായിരുന്നു. ആവർത്തന പുസ്തകം 18:19 പഴയ നിയമത്തിൽ യഹോവയുടെ ഇഷ്ടം യേശുവിനെ കേൾക്കണമെന്ന്. അപ്പോൾ യേശു വന്ന സമയത്തുള്ള യെരുശലേം നിവാസികൾ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രന്മാർ, സന്നദ്ധ സംഘം അവർ പറഞ്ഞു ഇവനെ കേൾക്കരുത്, ഞങ്ങൾക്ക് മോശയും പ്രവാചകനും മതിയെന്ന്. അവരാണ് ആ കാലത്തിന്റെ കള വിതച്ചവർ. അവരാരാണ്? ദുഷ്ടൻ, അത് ശത്രു, പിശാച് തന്നെ അവരുടെ ഇടയിലൂടെ സംസാരിച്ചത്. യേശു പോകാൻ സമയത്ത് ഒരു ഉപമ പറയുന്നു. വരാൻ പോകുന്ന ഒരു സഭാകാലം. യേശു പറഞ്ഞു ഞാൻ പോകുന്ന പ്രയോജനം, ഞാൻ പോയ ശേഷം സത്യത്തിന്റെ ആത്മാവ് വന്ന് അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അപ്പോൾ കർത്താവിന് പൂർണ്ണമായിട്ട് അറിയാം പുതിയ നിയമസഭ, പുതിയൊരു സഭ തുടങ്ങാൻ പോവുകയാണ്. കർത്താവ് വന്നത് പാപപരിഹാര മാർഗത്തിലാണ്, ക്രൂശിൽ യാഗമാകുവാനാണ്. അതിനുശേഷം ദൈവം വിളിച്ചു ചേർക്കുന്ന ജനം പാപപരിഹാര മാർഗത്തിനായി പാപമോചന സ്നാനം, അത് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ. ആരാണോ പാപപരിഹാര മാർഗം ഒരുക്കിയത് അവന്റെ നാമത്തിൽ തന്നെയാണ് പാപമോചന സ്നാനവും. ആ പാപമോചന സ്നാനത്തിലൂടെ പുതിയൊരു സഭയെ,
ദൈവജനത്തെ, ദൈവസഭയെ കർത്താവ് രൂപീകരിക്കാൻ പോകുന്നതിന്റെ ഉദാഹരണം മുന്നമേ പറഞ്ഞതാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ കർത്താവ് വിത്ത് വിതച്ചത് ഗോതമ്പ്, അതിനിടയിൽ കള വിതച്ചു. അപ്പോൾ പുതിയ നിയമസഭ തുടങ്ങുമ്പോൾ അവിടെ നടന്ന രണ്ട് കളയും ഗോതമ്പ് എന്താണ്, അല്ലെങ്കിൽ ദൈവ ഇഷ്ടപ്രകാരം വന്ന ഉപദേശം എന്താണ്, ശത്രു അല്ലെങ്കിൽ പിശാചിന്റെ ഇഷ്ടപ്രകാരം വന്ന ഉപദേശം എന്താണെന്ന് നോക്കാം. എന്താണ് നല്ല വിത്ത്, ഏതാണ് കളയെന്ന്. അപ്പോസ്തലപ്രവൃത്തി 4:12. അപ്പോസ്തലപ്രവൃത്തി 2-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് പിളർന്ന നാവ് പോലെ വന്ന് പുതിയ നിയമസഭ തുടങ്ങുന്നു. പാപപരിഹാര മാർഗത്തിന്റെ സ്നാനം തുടങ്ങി അവിടെ തുടങ്ങുന്നു. എന്നാൽ 4-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ അവിടെ ഒരു വിത്ത് വിതയ്ക്കുകയാണ്. സ്വർഗം ഭൂമിയിലും തന്റെ ജനത്തിനു വേണ്ടി ഒരു വിത്ത് വിതയ്ക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. ഒരൊറ്റ നാമം, വേറെ ഒരു നാമവുമില്ല. ഈ നാമത്തിലാണ് രക്ഷയും. അങ്ങനെയെങ്കിൽ പഴയ നിയമകാലത്ത് ഇപ്പം യേശു പറഞ്ഞു, ഞാൻ സ്വയം സംസാരിക്കില്ല, പിതാവ് എന്നിൽ നിന്ന് സംസാരിക്കുന്നതാകുന്നു. അപ്പൊ പഴയ നിയമകാലത്തെ രക്ഷിതാവ് ഒരു വ്യക്തിയെ പറയുന്നുണ്ട്. പുതിയ നിയമസഭാകാലത്ത് വേറെ ഒരു രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രണ്ട് രക്ഷിതാവ്. എന്താ പുതിയ നിയമത്തിൽ പറയുന്നു, മറ്റൊരുത്തരിലും രക്ഷയില്ല. അപ്പൊ രക്ഷ ഒരുവനിലേ ഉള്ളൂ. പഴയ നിയമത്തിൽ രക്ഷ ആരുടെ പേരിലാണ്, ആരിലാണ് എന്ന് പറഞ്ഞത് നമുക്ക് നോക്കാം. ആവർത്തന പുസ്തകം, യെശയ്യാ പ്രവാചകൻ 43:11 പറയാണ്, ഞാൻ തന്നെ യഹോവ, ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവുമില്ല. ഇത് പിതാവായി ദൈവം പറഞ്ഞതാണ്. ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവ് ഇല്ല എന്ന് പറയുമ്പോൾ തീത്തോസ് 2:10 പറയുന്നു, യേശു ക്രിസ്തു ആകുന്നു നമ്മുടെ രക്ഷിതാവ്. അപ്പൊ ലോകം പറയുന്നു ഇത് രണ്ട് വ്യക്തികൾ എന്ന് പറഞ്ഞാൽ, യെശയ്യാ പ്രവാചകൻ 43 പറഞ്ഞാൽ യഹോവയെ ദൈവത്തെ തള്ളിക്കളയണം. ഭോഷ് കാണുന്ന വിശ്വസിച്ചാൽ മാത്രമേ വേറെ ഒരു വ്യക്തിയായ യേശു ക്രിസ്തു രക്ഷിതാവ് എന്ന് പറയാൻ കഴിയൂ. ഇല്ലെങ്കിൽ ഈ വചനം തെറ്റെന്ന് പറയണം. അപ്പൊ ഞാൻ അല്ലാതെ ഒരു രക്ഷിതാവും ഇല്ല എന്ന് യെശയ്യാ പ്രവാചകനിൽ കർത്താവ് സംസാരിച്ചുവെങ്കിൽ ആ കർത്താവ് ആത്മാവായ ദൈവം തന്നെയാണ് ശരീരധാരിയായി ഇവിടെ വന്നിരിക്കുന്നത്. നാമം കർത്താവായ യേശു ക്രിസ്തു. അതാണ് ഇമ്മാനുവേൽ, ദൈവം നമ്മോടുകൂടെ. പുത്രനിൽ നിന്ന് ശരീരത്തിനുള്ളിൽ സംസാരിച്ച ദൈവമാണ് സംസാരിച്ചത്. അതേ യേശു തന്നെ പറഞ്ഞു, ഞാൻ പോയി കുറഞ്ഞൊന്നും കഴിഞ്ഞാൽ മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും. മത്തായി 28:20 ഉയർത്തെഴുന്നതിന് ശേഷം യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. അതാണ് മഹത്വത്തിന്റെ പ്രത്യാശ, ക്രിസ്തു നിങ്ങളിരിക്കുന്നത്. അപ്പം ശരീരത്തിൽ വന്ന ആത്മാവായ ദൈവം ഈ ശരീരവുമായി മുകളിലേക്ക് പോയി വീണ്ടും പരിശുദ്ധ ദൈവം തന്നെ പരിശുദ്ധാത്മാവായി വന്നു. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കുകയാണ്. ആ കർത്താവ് പറയാണ് അപ്പോസ്തലന്മാരിലൂടെ, മറ്റൊരുത്തനിലും രക്ഷയില്ല, ആ നാമം കർത്താവായ യേശു ക്രിസ്തു. രണ്ട് വ്യക്തിയല്ല, ഒരു വ്യക്തി. രണ്ട് വ്യക്തി എന്ന് വിശ്വസിക്കുന്നവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടിട്ടില്ല, പാപത്തിൽ മരിച്ചിരിക്കുകയാണ്. അപ്പൊ കളയും ഗോതമ്പ്, ദൈവസഭയിൽ ഒരു വിത്ത് വിതയ്ക്കുകയാണ്, കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം. കള വിതച്ചത് ആരാണെന്ന് നോക്കുക. അപ്പം ഈ നാമം അല്ലെങ്കിൽ ഈ വിത്ത് വിതയ്ക്കാൻ ദൈവം ഉപയോഗിച്ചത് ആരെയാണ്? ആ കാലത്ത് ഒരു യോഗ്യതയും ഇല്ലാത്ത വ്യക്തിയാണ് പത്രോസ്, മീൻപിടുത്തക്കാരനാണ്. അപ്പോസ്തലപ്രവൃത്തി 4:13 വായിച്ചു നോക്കാം. അവിടെ പറയുന്നത്, പത്രോസും യോഹന്നാനും വിദ്യാഭ്യാസം ഇല്ലാത്തവരെന്ന് കണ്ടിട്ട്. അപ്പോൾ ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത വ്യക്തിയിലൂടെ ദൈവം സംസാരിച്ച ഒരൊറ്റ നാമം കർത്താവായ യേശു ക്രിസ്തു. ആ രക്ഷിതാവിനുള്ള നാമം പിതാവായ ദൈവം തന്നെയാണ് ആത്മാവായി വന്നത്. ഇനി കള വിതച്ചത് ആരാണെന്ന് നോക്കുക. അപ്പോസ്തലപ്രവൃത്തി 4:12 നമ്മൾ നോക്കിയത്. 5 വാക്യം താഴെ 17-18 ആരൊക്കെ നമുക്ക് നോക്കാം. എങ്കിലും അത് ജനത്തിന്റെ ഇടയിൽ അധികം പകരാതിരിപ്പാൻ അവർ, അപ്പോൾ അവിടെ തന്നെ സെപ്പറേഷൻ വരുന്ന നോക്കുക. അവർ യാതൊരു മനുഷ്യനോടും ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം. അപ്പം നാം എന്ന് പറയുന്നവർ കർത്താവ് വിതച്ച വിത്തിന് എതിരെ നിൽക്കുന്നവർ. പരിശുദ്ധാത്മാവ് അപ്പോസ്തലനോട് പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കർത്താവായ യേശു ക്രിസ്തു എന്ന നാമം ദൈവം വെളിപ്പെടുത്തി, ഇനി എന്തു പറഞ്ഞാലും എന്ത് ചെയ്താലും യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യുമെന്ന് പറഞ്ഞതിന് എതിരെ നിൽക്കുന്ന ഒരു കൂട്ടർ. അവർ പറയുന്നു, നാം അവരെ തർജ്ജനം ചെയ്യണം. അവർ യാതൊരു മനുഷ്യനോട് ഈ നാമം സംസാരിക്കരുത്. മനസ്സിലാവുന്നു? ഞാനിത് വേർതിരിച്ച് ഇന്നലെ മെനിയാന്ന് രാത്രിയുള്ള എത്ര തയ്യാറാക്കി എടുത്തത് നിങ്ങൾക്കത് മനസ്സിലാകണം. പുതിയ നിയമസഭയിൽ ദൈവം ഒരു വചനം തരികയാണ്, ഒരു നാമം തരികയാണ്. കൊലോസ്യർ 3:17 പ്രകാരം വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്യുകയും. ഈ നാമം നിഷേധിച്ചത് ആരാണെന്ന് നോക്കുക. 4:18. പിന്നെ
അവരെ വിളിച്ചിട്ട്, അതായത് നാമം നൽകിയ വിശ്വസിക്കുന്ന ഒരു കൂട്ടരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുതെന്ന് കൽപ്പിച്ചു. ഈ ഉപദേശിക്കുകയും ചെയ്ത് കളർ മാറ്റിച്ചിട്ടുണ്ടല്ലോ. ഉപദേശകൻ ആരാണ്? പരിശുദ്ധാത്മാവ്. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കും എന്ന് ഒരു സ്ഥലത്ത് പറഞ്ഞിരിക്കുന്നു. വേറെടുത്ത് പറയുന്നു, ഞാൻ പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. ഉപദേശകൻ ആരാണ്? ക്രിസ്തു. അതാണ് 1 യോഹന്നാൻ 9 പറയുന്നത്, ക്രിസ്തുവിന്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർ കടന്നു പോകുന്ന ഒരുവനിലും പിതാവില്ല. അപ്പോൾ ഇവിടെ ഈ കള വിതയ്ക്കുന്നവർ, പുതിയ നിയമസഭയിൽ കള വിതയ്ക്കുന്നവർ പറയാണ്, യേശുക്രിസ്തു നാമം മിണ്ടൽ, അശേഷം സംസാരിക്കരുത്. രണ്ടാമതോ, ഉപദേശിക്കുകയും അരുത്. ഉപദേശകനാര്? പരിശുദ്ധാത്മാവ്. അപ്പം ഉപദേശകൻ എന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ അനുവദിക്കുകയുമില്ല, ഈ നാമവും ഞങ്ങൾ പറയാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ടല്ലേ ഇന്ന് കർത്താവായ യേശുക്രിസ്തു നാമത്തെ സ്ഥാനപ്പെടുന്ന ഏതെങ്കിലും ചർച്ച ഉണ്ടോ? കത്തോലിക്ക മുതൽ പെന്തക്കോസ്തലുള്ള ഒരു സഭയും സ്നാനം കർത്താവായ യേശുക്രിസ്തു നാമം ചെയ്യാറില്ല. പാപപരിഹാര മാർഗം ഒരുക്കിയത് യേശുക്രിസ്തുവാണ്. അപ്പോൾ ഇവിടെ യേശുവിന്റെ നാമത്തിൽ അശേഷം സംസാരിക്കരുത്, ഉപദേശിക്കുകയും അരുത്. ഇതാണ് കള. നമ്മളായിരുന്ന സഭയെ നോക്കൂ. അവരൊന്നും അനേകം ജനം അവിടെ ഇരിക്കുകയാണ്. അവർ യേശുക്രിസ്തു നാമത്തിൽ വിവാഹം നടത്തില്ല, കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ നടത്തില്ല, സ്നാനം നടത്തില്ല. ഒരു വ്യക്തി മരിച്ചാൽ അടക്ക ശുശ്രൂഷ അവർ യേശുക്രിസ്തു നാമം ചെയ്യില്ല. ഒരു കാര്യം യേശുക്രിസ്തു നാമം ചെയ്യില്ല. പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാനും ഭൂതത്തെ പുറത്താക്കാനും മാത്രമേ യേശുക്രിസ്തു നാമം ഉപയോഗിക്കുള്ളൂ. നമ്മളൊക്കെ അവിടെ ഇരുന്നവരാണ്, നമുക്കതറിയാം. അപ്പോൾ ഇങ്ങനെ ഇത് ശ്രദ്ധിച്ചോ, ഈ എന്താണ് മർമ്മം? അപ്പൊ ദൈവം ഒരു വിത്ത് വിതച്ചു, നല്ല വിത്ത്, അത് ഗോതമ്പ്. പിശാച് വന്നിട്ട് കള വിതച്ചു. അവരുടെ രണ്ടുപേരുടെ സ്വഭാവമാണ് പുതിയ നിയമസഭയിലൂടെ കാണിച്ചു തരുന്നത്. അപ്പോസ്തലർ പറഞ്ഞ 2-ാമത്തെ അധ്യായം പരിശുദ്ധാത്മാവ് വരുന്നു, പുതിയ നിയമസഭ തുടങ്ങി. അവിടെ ദൈവം നൽകിയ ഒരു നാമം കർത്താവായ യേശുക്രിസ്തു. ഇനി ആരാണ് ഇത് നിഷേധിച്ചത് നോക്കൂ. 4-ന്റെ നിങ്ങൾ നോക്കിയാൽ, അപ്പോസ്തലർ പറഞ്ഞ 4-1 നോക്കിക്കഴിഞ്ഞാൽ, മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും പടനായകന്മാരും സദൂക്യരും, നോക്കൂ, അന്നത്തെ യെരുശലേം ദേവാലയത്തിലുള്ള മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥത്തെ തലനാരിഴ കീറി പഠിച്ചിട്ട് ജനത്തെ പഠിപ്പിക്കുന്ന ശാസ്ത്രിമാർ, അവരും വന്നു പറയുന്നു യേശുക്രിസ്തു നാമം അശേഷം മിണ്ടരുത്. ഇതാണ് സാത്താന്റെ തന്ത്രം. ഒരു അവിശ്വാസി ചർച്ചിന് പുറത്തു നിന്ന് വന്ന് ചർച്ചിനകത്ത് നിന്ന് യേശുക്രിസ്തു നാമം ഉപയോഗിക്കുന്നു പറഞ്ഞാൽ നമ്മൾ അവരെ ഉപദ്രവിച്ച് പുറത്തിറക്കും. സഭയിലുള്ള മഹാപുരോഹിതനെ തന്നെ പിശാച് ഉപയോഗിച്ചിട്ട് പറയുന്നു യേശുക്രിസ്തു നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. ഇതാണ് കള. അപ്പൊ കളയും ഗോതമ്പും ഇളന്നുവരെ വീട്ടുടയവന്റെ ദാസന്മാർ, അതാരാണ്? നമ്മളാണ്. നമുക്ക് മുൻപേ ഉള്ള വ്യക്തികൾ ഇത് തിരിച്ചറിഞ്ഞപ്പോൾ അവരെ ദൈവം നമ്മുടെ അടുക്കലേക്ക് അയച്ചു. പുതിയ നിയമസഭയിലെ നാമം കർത്താവായ യേശുക്രിസ്തു, സ്നാനം കർത്താവായ യേശുക്രിസ്തു, ഇങ്ങനെ ഓരോന്നോരോന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ അവരാണ് കളകൾ. ഈ വലിയ സമൂഹം, ബൈബിൾ ജ്ഞാനികൾ, പണ്ഡിതന്മാർ എന്ന് പറഞ്ഞുകൊണ്ട് സ്നാനത്തിന് യേശുക്രിസ്തുവിന്റെ നാമം നിഷേധിക്കുന്നവർ മുഴുവൻ കളകളാണ്. അതിനിടയിൽ നിന്ന് ഗോതമ്പ് വേർപെടണമെന്ന് ദൈവ ഇഷ്ടപ്രകാരം മറ്റൊരു വ്യക്തി നമ്മോട് വന്ന് സുവിശേഷം അറിയിച്ചപ്പോൾ നമ്മൾ അവിടം വിട്ട് കർത്താവ് നമ്മെ പുറത്തേക്ക് കൊണ്ടുവന്നു. യോഹന്നാൻ 10 എന്താ പറയുന്നത്? എന്റെ ആടുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ നമ്മളായിരുന്ന സഭകളില് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ പ്രാധാന്യം പറഞ്ഞു തന്നപ്പോൾ ദൈവസഭയുടെ ഭാഗമാകണമെങ്കിലും പാപം മോചിക്കണമെങ്കിലും വിശുദ്ധനാകണമെങ്കിലും യേശുക്രിസ്തുവിനോട് ചേരണമെങ്കിലും ഒരൊറ്റ നാമമേ ഉള്ളൂ പാപമോചനത്തിന്, അത് കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞു തന്ന് ദൈവം ഗ്രഹിപ്പിച്ചപ്പോൾ നമുക്ക് പിന്നെ ആ സഭയും പുരോഹിതനും ആ ജനവും നമ്മുടെ സ്വന്തവും ബന്ധവും ഒന്നും നമുക്ക് വലുതല്ല. നമുക്ക് വലുതൻ ഒരുവൻ മാത്രം, കർത്താവായ യേശുക്രിസ്തു. അങ്ങനെയാണ് നമ്മ ആ സഭ വിട്ട് പുറത്തേക്ക് വന്നത്. നോക്കൂ, ഉപമ. തുടർന്ന് യേശു ഇവിടെ പറയാണ്, ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു നാമം ദൈവം വചനത്തിലെ നമുക്ക് തന്നപ്പോൾ ഈ നാമം അശേഷം ഉപദേശിക്കരുന്ന അന്നത്തെ സഭാപുരോഹിതന്മാർ പറഞ്ഞുവെങ്കിൽ ഇന്നും കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള ഏതൊരു സഭയാണെങ്കിലും നിങ്ങൾ എടുത്തു നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അവരോട് പോയി പറയുക സ്നാനം യേശുക്രിസ്തു നാമത്തിലാണെന്നൊന്ന് പറഞ്ഞു നോക്കൂ, നിങ്ങൾ ആ നിമിഷം അവരെ അടിച്ച് പുറത്താക്കും. പിശാചിന്റെ ഉപദേശവുമായി വന്നിരിക്കുന്നുവോ? അപ്പോൾ നോക്കൂ, അപ്പോസ്തലന്റെ ഉള്ളിലിരുന്ന അതേ പരിശുദ്ധാത്മാവ് അല്ല അവരുടെ ഉള്ളിൽ. അതാണ് ഫലം കൊണ്ട് വൃക്ഷത്തെ തിരിച്ചറിയാം. ഇനി ഇത് ശത്രു ചെയ്തതാകുന്നു എന്ന് അവൻ അവരോട് പറഞ്ഞു. ആരാണ് ശത്രുവിന്റെ പക്ഷത്തുള്ളത്? അപ്പോസ്തലർ പറഞ്ഞ 4:1. ഇത് അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കുന്നു പറഞ്ഞ ആരാണ്? അവർ ജനത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോഹിതന്മാരും ദേവാലയത്തിലെ പടനായകന്മാരും സദൂക്യരും, അന്നത്തെ വലിയ പണ്ഡിതന്മാരാണ്. അടുത്തോ
4:1, അതിൽ 4:5. പിറ്റേന്നാൾ അവരുടെ പ്രമാണികളും മൂപ്പന്മാരും ശാസ്ത്രിമാരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. കണ്ടോ, മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹനാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു. നോക്കൂ, സഭയിലുള്ള മൂപ്പന്മാരും ശാസ്ത്രിമാരും വന്നിട്ടാണ് പറഞ്ഞത്, ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത്. അവർ എന്ത് വിത്ത് വിതച്ചു? കള. ആരുടെ വിത്ത്? ദുഷ്ടന്റെ വിത്ത്. ദുഷ്ടനാര്? പിശാച്. അപ്പോൾ പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞിരിക്കുന്നു, സ്നാനം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ. ഈ സഭകൾ ഒന്നും അത് ചെയ്യുന്നില്ലെങ്കിൽ അവരാരുടെ ഫലം? പിശാചിന്റെ ഫലം. അത്ര നോക്കുക. അപ്പോൾ ഇത് മനസ്സിലായ കൂട്ടർ ഇപ്പം നമ്മുടെ സഭയിൽ ഇരിക്കുകയാണ്. നമ്മൾ മനസ്സിലായവർ എന്ത് ചെയ്യും? ഞങ്ങൾ പോയി പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവനോട് ചോദിച്ചു. ഇത് മനസ്സിലാക്കിയ നമ്മളാണ് ഈ ലക്ഷക്കണക്കിന് ട്രാക്ടർ അടിച്ച് ഈ സഭകൾ മുഴുവൻ കൊണ്ടുപോകുന്നത്. കളയും ഗോതമ്പും ഒരേപോലെ സഭകളിൽ ഇരിക്കുന്നതിൽ ദൈവസന്തതിയെ വിളിച്ച് വേർതിരിക്കണം. അവരുടെ ഇടയിൽ ഇരിക്കാൻ പാടില്ല. അവർ പഠിപ്പിക്കുന്ന, ഇനി നാളെ അടുത്ത ഞായറാഴ്ച പോലെ പഠിപ്പിക്കുന്നതാണ് ഈ സഭകൾ പഠിപ്പിക്കുന്ന തെറ്റായ ഉപദേശങ്ങൾ. ആർക്കും അറിയില്ല, വെളിപ്പാടില്ലാത്തതിനാൽ ഒന്നും അറിയില്ല, വെറുതെ പഠിപ്പിച്ചു പോകുന്നു. അവർ പറയുന്നത് കേട്ട് മിണ്ടാതെ പോകുന്നു. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ് അവർ ചെയ്യുന്നത്. ബൈബിളിൽ എഴുതിയിരിക്കുന്ന അക്ഷരം അങ്ങനെ ശുശ്രൂഷിക്കാനല്ല, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അതിന്റെ മർമ്മങ്ങളെ, ആഴങ്ങളെ, വെളിപ്പാടുകളെ വെളിപ്പെടുത്തി തരും. ഈ വെളിപ്പാടിന്മേലാണ് ദൈവം തന്റെ സഭയെ പണിയുന്നത്. നോക്കൂ, ഞങ്ങൾ പോയി അത് പറിച്ചു കൂട്ടുവാൻ സമ്മതമുണ്ടോ എന്ന് ദാസന്മാർ അവരോട് ചോദിച്ചു. 4:19. അതിന് പത്രോസ് യോഹന്നാനും അപ്പോസ്തലപ്രവൃത്തി 2:4-12 യേശുക്രിസ്തു എന്ന നാമം നൽകിയപ്പോൾ, ശ്രദ്ധിക്കണേ, കർത്താവായ യേശുക്രിസ്തു എന്ന നാമം നൽകിയപ്പോൾ മഹാപുരോഹിതന്മാർ പറയുകയാണ്, ഇത് ആരോടും മിണ്ടരുത്. നമ്മളും പള്ളിക്കാരായിരുന്നു ഇത്രയും കാലം. എത്ര വർഷം നമ്മുടെ ഓരോരുത്തരും ടൈം നോക്കുക. നമ്മൾ സത്യം തിരിച്ചറിഞ്ഞ് ഇങ്ങോട്ട് വരുന്നത് വരെയും ഈ മഹാപുരോഹിതന്മാർ കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും പറഞ്ഞതാണ് കേട്ടുകൊണ്ടിരുന്നത്. നമ്മൾ ബൈബിൾ നോക്കിയില്ല. നോക്കിയിട്ടുണ്ടാവാം, പക്ഷെ അപ്പോഴേക്ക് ദൈവം വെളിപ്പെടുത്തുന്നില്ല. കാലത്തികവിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ജാഗരിച്ചപ്പോൾ ദൈവം ഏതോ ഒരു വ്യക്തിയെ നമ്മുടെ അടുക്കിലേക്ക് അയച്ചിട്ട് വെളിപ്പാടുകൾ കാണിച്ചു തന്നപ്പോൾ നമുക്കത് മനസ്സിലായി. അപ്പോൾ കളയും ഗോതമ്പും ഒരുമിച്ചിരിക്കേണ്ടതല്ല, കളയുടെ ഇടയിൽ നിന്ന് ഗോതമ്പ് വേർപെടുക തന്നെ വേണമെന്ന യേശുവിന്റെ ഇഷ്ടപ്രകാരം കർത്താവ് നമ്മെ അവിടെ നിന്ന് ഇവിടേക്ക് കൊണ്ടുവന്നു. ഇതാണ് ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ടെന്ന് യേശു പറഞ്ഞ ചെറിയ കൂട്ടം. അത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല. നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും കൊള്ളാവുന്നവരായിരിക്കും. കാരണം എന്താ? അവരുടെ ഉള്ളിൽ ആത്മാവല്ല, നമ്മുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് എങ്ങനെ ലഭിച്ചു? ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് തങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ഈ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിച്ചപ്പോൾ നമ്മുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും നമ്മോടൊപ്പം സഭയിൽ ഇരുന്നവർക്ക് ഇപ്പോൾ നമ്മൾ അവരുടെ ശത്രുവായി. മറ്റൊരു കാരണവുമില്ല. എന്താ? യേശു പറഞ്ഞു, അന്ന് നമുക്ക് ആ കർത്താവിന്റെ നാമമില്ല, ഇന്ന് ആ നാമവും നമുക്ക് ലഭിച്ചപ്പോൾ എന്റെ നാമം നിമിത്തം നിങ്ങൾക്ക് പഴി ദൂഷി നിന്ന പരിഹാസം ഉണ്ട്. മഹാപുരോഹിതന്മാർ ഇതെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ തന്നെ ഇരുന്നു. അതിന് മാതൃക അപ്പോസ്തലന്മാർ എന്ത് ചെയ്ത് നോക്കുക. ഈ നാമം അശേഷം മിണ്ടരുത്, ആരോട് ഉപദേശിക്കരുത് പറഞ്ഞാൽ 17-ഉം 18-ലും 19-ലും ഒരു വിദ്യാഭ്യാസ യോഗ്യതയില്ലാത്ത ചോദിക്കുകയാണ് പുരോഹിതന്മാർ. അതിന് പത്രോസും യോഹന്നാനും, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. ഇതൊക്കെ ഓർക്കുമ്പോ കർത്താവേ, എന്റെ പുരോഹിതനോട് എനിക്ക് ചോദിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഞാൻ ചോദിച്ചു കേട്ടോ. ഞാൻ ചോദിക്കുക, ഇത് അറിഞ്ഞ ശേഷം എലീശ ബ്രദർ എന്നോടൊന്ന് പറഞ്ഞ് മനസ്സിലായ ശേഷം ഞാനായിരുന്ന സഭയിൽ അവിടുത്തെ മഹാപുരോഹിതന്മാരുടെ എല്ലാം വിളിച്ചു, കോട്ടയത്ത് വരെ ഫോൺ ചെയ്ത് പറഞ്ഞു. എന്റെ സഭയിലെ പുരോഹിതന്മാരോട് ചോദിച്ചപ്പോൾ ഞാൻ ഇത് തന്നെ ചോദിച്ചു. അവർ പറഞ്ഞു, സാത്താനാണ് നിങ്ങൾ ഉപദേശിച്ചത്, യേശുക്രിസ്തു നാമത്തെ സ്നാനവും കൊണ്ട് ഇങ്ങോട്ട് വരരുതെന്ന്. യേശു പറഞ്ഞത് കേട്ടാൽ മതി, അപ്പോസ്തലൻ പറഞ്ഞത് കേൾക്കണ്ടെന്ന്. അന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല. അതാ നമുക്കൊരു മാതൃക. നിങ്ങളെ ദൈവത്തെക്കാൾ അധികമായി. അപ്പൊ പത്രോസിന് നല്ല ഉറപ്പുണ്ട്, അവന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞത് ദൈവമാണ്, കർത്താവാണ് സംസാരിച്ചത്. അതിന് വിരുദ്ധമായി പറയുന്ന മഹാപുരോഹിതന്മാരോട് നോക്കി ചോദിക്കുകയാണ്, ദൈവത്തെക്കാൾ അധികമായി നിങ്ങളെ അനുസരിക്കുന്നത് ദൈവസന്നിധിയിൽ. ഏതാ ദൈവസന്നിധി? ഇപ്പോഴൊന്നുമല്ല, ന്യായവിധി നാളിൽ. അന്നേ ഇത് തിരിച്ചറിയുള്ളൂ. അതുവരെ ഇവരെല്ലാം ദൈവദാസന്മാരാണ്. വാസ്തവത്തിൽ ദൈവദാസന്മാരെ കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരാണ്. ദൈവത്തിന്റെ ദാസന്മാരെങ്കിൽ ദൈവത്തിന്റെ നാമം എങ്ങനെ തള്ളിക്കളയും? അപ്പൊ അവരോട് ചോദിക്കണേ, ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മുൻപാകെ ന്യായമോ എന്ന് വിധിപ്പിൻ. നോക്കൂ, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിപ്പാതിരിക്കാൻ കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
ഇവിടെ പറഞ്ഞെന്താണ്? കണ്ടും കേട്ടും. എന്താണിത്? നമ്മളെല്ലാം ബൈബിൾ വായിച്ചിട്ട് പോകുന്നു. അപ്പോസ്തലന്മാർ ആരാണെന്ന് പറയുമോ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അബ്രഹാം പ്രവാചകനാണ്. അബ്രഹാം തന്റെ കുഞ്ഞിനെ യാഗമർപ്പിക്കാൻ പോകുമ്പോൾ അവൻ എന്താ പറഞ്ഞത്? ഞങ്ങൾ പോയി മടങ്ങി വരട്ടെ. ഈ കുഞ്ഞിനെ അവിടെ കൊണ്ടുവന്ന് കൊന്ന് യാഗം കഴിക്കാൻ പോകുന്ന അബ്രഹാം പോകുന്നതിന് മുമ്പേ അവിടെ പറയാണ്, ഈ പോകുന്ന ഞങ്ങൾ പോയി മടങ്ങി വരും. ഇതാണ് ദീർഘദൃഷ്ടി. അവിടെ ചെല്ലുമ്പോൾ കർത്താവ് ഒരു കുഞ്ഞാടിനെ അനുവദിക്കുമെന്നും കുഞ്ഞാടിനെ യാഗം കഴിച്ചിട്ട് ഈ കുഞ്ഞുമായി തിരികെ വരുന്ന കാഴ്ച അവൻ പോകുന്നതിന് മുമ്പേ കണ്ടു. അപ്പം യഹോവയെ കർത്താവ് അതിനോട് പറഞ്ഞത്, ഇവിടെ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത്. ദൈവം അവരോട് അരുളി ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ പിന്നിലുള്ള ദൈവത്തിന്റെ രഹസ്യം അവർക്ക് കാണാൻ കഴിയും. ലോക ജനത്തിന് കാണാൻ കഴിയാത്ത കാഴ്ച കാണാൻ കഴിവുള്ള കണ്ണുള്ളവനാണ് വിശ്വാസി. കണ്ടു വിശ്വസിക്കുന്നവനല്ല, കാണാത്ത മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്തതിനെ കാണുന്ന കണ്ണുള്ളവനാണ് വിശ്വാസി. അതുപോലെയാണ് ഇവിടെ പത്രോസ് പറയുന്നത്. അതായത് ഈ ഒരു നാമം നൽകിയപ്പോൾ അവർക്ക് മനസ്സിലായി, ക്രൂശിൽ യാഗമായവന്റെ നാമമാണ് നൽകിയിരിക്കുന്നത്. ആദ്യം മുതൽ, ഇനിയിപ്പോ എടുക്കുന്നുണ്ട്, സൂര്യോദയം മുതൽ അസ്തമയം വരെ ഉള്ളവർ അറിഞ്ഞുകൊള്ളുവിൻ എന്ന് പറഞ്ഞൊരു പഴയ നിയമത്തിൽ വചനമുണ്ട്. ഇന്ന് ടൈം ഉണ്ടെങ്കിൽ ഞാൻ കൂടെ എടുക്കാം, എടുത്തിട്ടുണ്ട് ഞാൻ വചനമുണ്ട്. സൂര്യോദയം മുതൽ അസ്തമയം വരെ എന്ന് വെച്ചാൽ ഉൽപ്പത്തി, സൂര്യോദയം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഉള്ളവൻ അറിഞ്ഞുകൊള്ളാൻ ഒറ്റ നാമമേ ഉള്ളൂ. ആ നാമം ഇവിടെ നൽകിയ കർത്താവ് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ നൽകിയപ്പോൾ അവർ ഒരു കാഴ്ച കണ്ടു. എന്തൊക്കെയായിരിക്കും കാഴ്ച കണ്ടത്? ഈ നാമം അനുസരിക്കുന്ന ഒരു ചെറിയ കൂട്ടരും ഈ നാമം തള്ളിക്കളയുന്നത് കൊണ്ട് യോഹന്നാൻ മുദ്ര തുറക്കാൻ ആരുമില്ലാതായപ്പോൾ കരഞ്ഞതെന്താ? ഈ സഭകൾ മുഴുവനും അന്ന് ന്യായവിധിയിൽ നശിച്ചു പോകുന്നത് ആത്മക്കണ്ണിൽ കണ്ടിട്ടാണ്, ഇത്രയും ജനം നശിച്ചു പോകുന്നത് കണ്ടിട്ടാണ് ആ യോഹന്നാൻ നിലവിളിച്ചത്. അതുപോലെ ഈ പത്രോസും യോഹന്നാനും ദൈവത്തിന്റെ വചനം അവരുടെ അടുക്കൽ വരുമ്പോൾ തന്നെ അവരെ കാഴ്ച കാണുകയാണ്. ഈ നാമത്തിന് ഉപരിയായി പറയുന്ന ജനത്തിനുണ്ടാകുന്ന മഹാ കഷ്ടതയും ശാപവും ഇതെല്ലാം കണ്ടു. അപ്പോൾ ഈ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവൻ കർത്താവിനോടുകൂടി ഇരിക്കുന്ന കാഴ്ചയും കണ്ടതാ. ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിപ്പാതിരിക്കാൻ കഴിയുകയില്ല. മനസ്സിലാവുന്നുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മൾ കോവളത്ത് ട്രാക്ട് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ ഭയങ്കര പ്രശ്നമുണ്ടായി. പിടിച്ചു തള്ളി, കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓരോ വചനവും പറഞ്ഞ് തർക്കിച്ച് തന്നെ വന്നു. അവർ കൂട്ടത്തോടെ ഇറങ്ങി വന്നു. പുരോഹിതന്മാർ 4-5 പേര് ഇറങ്ങി വന്ന് മുമ്പിൽ നിന്നും പുറകിൽ നിന്നൊക്കെ പറഞ്ഞ് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു, കൊടുക്കരുത്. ഞാൻ ഓരോ വചനവും നമ്മളോട് ചോദിച്ചു, മറുപടിയില്ല. അവസാനം ചോദിച്ചു, നിങ്ങൾ ഈ കൺവെൻഷൻ വെച്ചത് ഏത് നാമത്തിലാണ്? കർത്താവായ യേശു ക്രിസ്തു നാമത്തിലാണ്. ആ നാമമല്ലേ ഞങ്ങളോട് തരുന്നത്, പിന്നെ എന്താ? അപ്പൊ നിങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് ശരിയല്ലെന്നല്ലേ? കുറെ സഹോദരിമാർ വന്നു നിന്നപ്പോൾ അവർ പറഞ്ഞു, എന്തിനാ യേശു ക്രിസ്തു നാമത്തെ നിഷേധിക്കുന്നതെന്ന്. പുരോഹിതന്മാർ മുഴുവൻ വന്ന് പറഞ്ഞു, കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുത്. ഇത് കേട്ടോണ്ടിട്ടിട്ട് ഓടേണ്ടവരല്ല. പ്രത്യേകിച്ച് ഓർത്തോളണം. പേടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ദയവായിട്ട് വരാൻ നിൽക്കരുത്. ഇവിടെ പറയുന്നുണ്ടോ? ആരെന്താ ചോദിച്ചത്? യോഹന്നാൻ രാജാവ് മറ്റൊരുവന്റെ ഭാര്യയെ വെച്ചോണ്ടിരുന്നപ്പോ യോഹന്നാൻ പറഞ്ഞു, രാജാവെ നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. അവനറിയാം കൊന്നു കളയും. പക്ഷെ ജീവിച്ചിരുന്ന ആ വചനത്തിൽ വിശ്വസിച്ചവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള വചനം യോഹന്നാന്റെ ഉള്ളിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ ലോകത്തെ ജീവനല്ല അവൻ ആഗ്രഹിച്ചത്. അടുത്ത നിമിഷം യോഹന്നാന്റെ കഴുത്തർത്ത് കൊണ്ടുവന്ന് വെച്ച് അവൻ കർത്താവിന്റെ കൂടെ കയറിപ്പോയി. അതുപോലെ അപ്പോസ്തലന്മാര് നോക്കൂ, ഈ മീൻപിടുത്തക്കാരാ, ഒരു വിവരം വിദ്യാഭ്യാസം. ഇതിന്റെ മുകളിലോട്ട് പറയുന്നു, അവർ പഠിപ്പും വിദ്യാഭ്യാസവും ഇല്ലാത്ത അവർ മഹാപുരോഹിതന്മാരോട് നോക്കി പറയാണ്, ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിപ്പാതിരിപ്പാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇവിടെ കൊടുക്കരുതെന്ന് പറഞ്ഞാൽ പേടിച്ച് ഓടുന്നവരൊന്നും കർത്താവിന് വേണ്ട. വചനം മാത്രമേ പറഞ്ഞുള്ളൂ. അവിടെ കൊടുത്തിട്ടേ പോകുള്ളൂ. അവിടെ നിന്ന് കൊടുത്തു. പലതവണ വന്ന് 10-20 മിനിറ്റ് അവിടെ സംസാരമായി. കൊടുക്കുക തന്നെ ചെയ്തു. നിങ്ങളുടെ അടുക്കൽ നിന്നും വന്നില്ല, ഞങ്ങൾ റോഡിൽ നിന്നാണ് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ കണ്ടും കേട്ടും ഇരിക്കുന്ന പ്രസ്താവിപ്പാതിരിക്കാൻ കഴിയുന്നതല്ല. അവരെതിർത്തത് യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനത്തിന് ട്രാക്ട് കൊടുക്കരുതെന്നാണ്. എത്ര നമ്മൾ കണ്ടല്ലോ, എത്ര പുരോഹിതന്മാർ ഇറങ്ങിയെന്ന്, പാസ്റ്റർമാർ ഇറങ്ങിയെന്ന്, കൊടുക്കരുതെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് കൊടുക്കുക തന്നെ ചെയ്തു. കൊടുത്തിട്ടേ പോകുന്നുള്ളൂ. ഞങ്ങളുടെ അടുത്ത് പൈസ പറഞ്ഞിട്ട് പറയുന്നത്, കർത്താവ് ബ്രദറെ, ഈ നാമനിമിത്തം അവരിപ്പോ നമ്മളെ കൊന്നു കളഞ്ഞാലും സ്നാനപ്പെട്ട് കാരണം ഇതൊക്കെ പറയുന്നതാ, മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക. ഇതിനിടയ്ക്ക് വെച്ച് യേശു ക്രിസ്തു നാമം കൊടുക്കുന്ന പേടിച്ച് ഓടുന്നവരൊന്നും അല്ല. ഇതാ യേശു പറഞ്ഞത്, എന്റെ പിന്നാലെ വരുന്നവൻ തന്റെ ക്രൂശ് എടുത്തു വേണം എന്റെ പിന്നാലെ വരാൻ. ഓരോ നിമിഷവും എന്റെ നാമത്തെ പ്രതി നിങ്ങൾക്ക് പഴി ദൂഷി നിന്നാ പരിഹാസമുണ്ട്. ആരാണ്? യേശുവിനെ ക്രൂശിച്ച ആരാണ്? പള്ളിപ്രമാണിമാരാ.
ഇന്ന് യേശുക്രിസ്തു നാമം ഞങ്ങൾ കൊണ്ടുകൊടുക്കുമ്പോൾ വേണ്ടെന്ന് പറയുന്ന ആരാ? ഈ മുഴുവൻ സഭയുടെയും കള്ള ക്രിസ്തുക്കളാ. ഇത് കണ്ട് ഭയക്കാനുള്ളതൊന്നുമല്ല. അതൊക്കെ വലിയ ഭാഗ്യം വേണം. നമ്മളെ ആയിസപ്പുറത്ത് ഞാൻ പറയാറുണ്ട്, ഒരു അടി നല്ലവണ്ണം കിട്ടിയിട്ടില്ല. കിട്ടണമെങ്കിൽ ഭാഗ്യം വേണം. കർത്താവിന്റെ നാമത്തെ പറയും. ഇതൊരു അടി കിട്ടിയില്ല. ഇതുപോലത്തെ ഒരുപാട് സഹകാരം നമുക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ കണ്ടും. ഇത് വചനം ഇങ്ങനെ വായിക്കുമ്പോൾ കൈവച്ച് പ്രാർത്ഥിക്കണം. എന്താ കർത്താവ് ഇതിന്റെ ഉദ്ദേശം? ദൈവത്തിന്റെ ജനം ഇങ്ങനെയാണ്. നമ്മൾ തന്നെ ഈ നാമം കൊണ്ടുപോകുമ്പോൾ അവർ നോക്കുന്നത് നമ്മളെയാണ് കാണുന്നത്. ഞാൻ കർത്താവിനെ കാണണം. ഏലിയാവ് കണ്ടല്ലേ, കെരീത് തോട്ടിൽ വെള്ളം പറ്റിയപ്പോൾ അവിടെ നിന്ന് നിലവിളിച്ചില്ല. അവൻ കെരീത് തോട് പറ്റിയാലും ഇതെല്ലാം കഴിഞ്ഞ് അവൻ കർത്താവിനോടും കൂടെ സ്വർഗത്തിലിരിക്കുന്ന കാഴ്ച കണ്ടിട്ടാ കെരീത് തോട്ടിൽ പോയിരുന്നത്. അവൻ പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? അതുപോലെ നമ്മൾ കർത്താവിനോട് കൂടി ഇരിക്കുന്ന കാഴ്ച കണ്ടിട്ട് വേണം ഈ നാമം കൊടുത്തു തുടങ്ങാൻ. ഈ നാമം പറയുമ്പോൾ എല്ലാ പള്ളിക്കാരും ഉപദ്രവിക്കും. എങ്കിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. അവരടിക്കുന്നു ഉപദ്രവിക്കുന്നു പറഞ്ഞിട്ട് ഓടാനുള്ളതൊന്നുമല്ല. നോക്കൂ, ഞങ്ങൾ കണ്ടു. അതായത് ഈ വചനം കൊടുക്കുമ്പോൾ തന്നെ അവർ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, പ്രവാചകന്മാർ സീനായിട്ട് കാഴ്ചകൾ കാണും. കണ്ടുകൊണ്ടാണ് ഈ വചനം അവർ കേൾക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിന് അവൻ ഇല്ല, അപ്പം കളകൾ പറിച്ചു മാറ്റട്ടോ എന്ന് ചോദിച്ച സമയത്ത് യേശുവോട് പറയാണ്, ഇല്ല, പക്ഷേ കളകൾ പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. കർത്താവിന്റെ ഹൃദയവേദനയല്ല, നമ്മളെ കുറിച്ചാണ്. കളകൾ അതിനൊക്കെ വെട്ടിക്കളയേണ്ടത് തന്നെ, പക്ഷെ ഗോതമ്പും കൂടെ പിഴുതു പോകും. ദൈവത്തിന്റെ ഇന്ന് ഇനിയിപ്പുണ്ട്. ഈ കത്തോലിക്ക പെന്തക്കോസ്തല പള്ളിക്കകത്ത് നമ്മളെ പോലെ ദാഹിച്ചതാണ്. തൃശ്ശൂർ നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞില്ല, ഈ ആഴ്ചയും വന്നു. ഇതുപോലെ ദാഹത്തോട് കൂടിയിരുന്നവരാണ് നമ്മൾ. ഓരോ സഭകൾക്കകത്ത് നമ്മുടെ അടുക്കിലേക്ക് ദൈവത്തിന്റെ വെളിപ്പാട് വന്നപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഈ പുരോഹിതനൊന്നും വേണ്ടപ്പെട്ടവരായിരുന്നില്ല. കർത്താവിന്റെ നാമത്തെ നിഷേധിക്കുന്നവർ എങ്ങനെ ദൈവജനാവും? വെളിപ്പാട് പുസ്തകം 15:4 പറഞ്ഞ, കർത്താവേ, ആർ നിന്റെ നാമത്തെ ഭയപ്പെടാതിരിക്കും? എല്ലാ മുഴങ്കാലും യേശുക്രിസ്തു നാമത്തിന്റെ മുമ്പിൽ മടങ്ങുമെന്ന് പറഞ്ഞാൽ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്ന ഒരൊറ്റ വ്യക്തിയുടെ മുഴങ്കാലും യേശുക്രിസ്തു നാമത്തിൽ മടക്കിയിട്ടില്ല. മടക്കിയെങ്കിൽ ഇതേ നാമവുമായി പോകുമ്പോൾ അവരെങ്ങനെ നമ്മളെ ശത്രുവാകും? അവർ തന്നെയാണ് കള്ളക്രിസ്തുക്കൾ, കള്ളപ്രവാരം. ഇത് എവിടെ നിന്ന് വരും എന്ന് പറഞ്ഞു? നമ്മുടെ ഇടയിൽ തന്നെ പുറപ്പെടും. നോക്കൂ, അപ്പോസ്തലന്മാരെ ദൈവം പുറത്തുനിന്ന് വിളിച്ചിട്ടുള്ളതാണ്. പാരമ്പര്യമായി സഭകൾക്ക് ഉള്ളിലിരുന്നവരാണ് പറഞ്ഞത്, ഈ നാമം അശേഷമുണ്ടത്, ആരോട് ഉപദേശിക്കരുത്. അത് കേട്ടപ്പോൾ അവിടെ അടങ്ങിയിരുന്നില്ല. അപ്പോൾ മത്തായി 13 കളകൾ പറിച്ചു മാറ്റണമെന്ന് പറഞ്ഞു യേശു പറഞ്ഞതാ. 13:29 ഇല്ല, പക്ഷേ കളകൾ പറിക്കുമ്പോൾ ഗോതമ്പും കൂടെ പിഴുതു പോകും. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന സുവിശേഷതാണ്. ലോകത്ത് കത്തോലിക്കമെന്ന് പെന്തക്കോസ്തലോട് ചെയ്യുന്നത് യോഹന്നാൻ സുവിശേഷം, യോഹന്നാൻ സ്നാപകനും യേശുവും അറിയിച്ച സുവിശേഷമാണ്. അത് അറിയിക്കണം, ഇപ്പോഴും അറിയിക്കണം. പക്ഷേ ഈ കളകൾക്ക്, ഈ സഭകൾക്കിടയിൽ ഗോതമ്പും കളയും ഇരിക്കുന്നത് യേശുക്രിസ്തു വരുന്നതിന് മുൻപ് ഒറിജിനൽ സീഡിനെ പുറത്തേക്ക് എടുക്കണമെന്ന ദൈവത്തിന്റെ ഇഷ്ടമാണ്. മത്തായി 13:30 യേശു പറഞ്ഞത്. ഇതാ കേൾക്കുക, രണ്ടും കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് പോകുന്നുവെങ്കിൽ കൊയ്യുന്നവരോട് മുമ്പേ കളകൾ പറിച്ച് കൂട്ടി ചുട്ടുകളയേണ്ടതിനെ കെട്ടുകളായി കെട്ടുവാൻ പറയും. നമ്മൾ ഈ ട്രാക്റ്റുമായി ചെല്ലുമ്പോൾ കർത്താവിന്റെ നാമത്തെ പ്രതി പുറത്തേക്ക് വരുന്നവൻ ജീവനിലേക്കും, ആ നാമത്തെ തള്ളിക്കളയുന്നവൻ പിന്നെ ന്യായവിധിയിൽ സകലതിനെ കത്തിക്ക് അത്ര ബാക്കി അതിനായി കൂട്ടിക്കെട്ടുക. ആ നിമിഷം തന്നെ നമ്മൾ പഠിച്ചാൽ നോഹ ലോകത്തിന്റെ അറ്റത്തോളം പോയി പെട്ടകം ഉണ്ടാക്കിയിട്ട് അവിടെ കയറാമെന്ന് പറഞ്ഞപ്പോൾ നിഷേധിച്ച മുഴുവൻ പേരും ആ സമയത്ത് തന്നെ മരണത്തിൽ അടയ്ക്കപ്പെട്ടു. കേട്ട് വിശ്വസിച്ചവൻ ജീവനിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോൾ ന്യായവിധി, വെള്ളം. നോഹയെയും കുടുംബത്തെയും രക്ഷിച്ച അതേ ജലം തന്നെ ഇവരെ മുക്കിക്കൊന്നു. വേറെ ജലം അയച്ചില്ല, ഒറ്റ ജലം. എന്താ? വചനം. നോഹയിലൂടെ ദൈവം അരുളി ചെയ്ത വചനം കേട്ട് വിശ്വസിച്ചവൻ ജീവനിലേക്കും. ഇന്ന് കർത്താവ് യേശുക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമവും നൽകിയിട്ടില്ല. ഇത് കേട്ട് വിശ്വസിച്ചു വരുന്ന നാം ജീവനിലേക്കും. ഈ നാമം വേണ്ട. യേശു പറഞ്ഞത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇത് ആക്ഷരികമാണ്. ഇത് ആക്ഷരിക നാമം. അക്ഷരം കൊല്ലുന്നു. അതിന്റെ ആത്മീക വെളിപ്പാടാണ്. പിതാവിന്റെ നാമം കർത്താവ്, പുത്രന്റെ നാമം യേശു, പരിശുദ്ധാത്മാവ് നാമം ക്രിസ്തു, കർത്താവ് യേശു ക്രിസ്തു. ഇതാണ് ആത്മീകം. ആത്മാവോ ജീവിപ്പിക്കുന്നു. നോക്കൂ, രണ്ടും കൊയ്ത്തോളം വളരട്ടെ. അപ്പോ നോക്കൂ, കെട്ടുകളായി ചുട്ടുകളയേണ്ടതിനെ കെട്ടുകളായി കൂട്ടിക്കെട്ടുവാനും. ഇതാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസ്തല സഭകൾ കൂട്ടിക്കെട്ടിക്കഴിഞ്ഞു. എക്യൂമിനിക്കൽ കൗൺസിൽ 1919 ഈ പെന്തക്കോസ് കാലം തീർന്നത് എപ്പോഴാണ്?
1750 ആയപ്പോൾ ഇന്ന് കാണുന്ന പെന്തക്കോസ് കാലത്ത് തീർന്നു. പെന്തക്കോസ് കാലം തുടങ്ങിയത് 1750. 1750 പെന്തക്കോസിൽ ജോൺ വെസ്ലി വിളിച്ചു കൂട്ടുന്നതിന് മുമ്പ് ലൂതറൻ സഭ, CSI, മർത്തോമ, കത്തോലിക്ക, ഇത്രയും സഭകളുണ്ടായിരുന്നു. ഈ പെന്തക്കോസിന്റെ ഉപദേശം ദൈവം ആത്മാവാകുന്നു, ദൈവത്തെ ആരാധിക്കേണ്ടവർ ആത്മാവിൽ സത്യത്തിൽ ആരാധിക്കണമെന്ന് ജോൺ വെസ്ലിയെ ദൈവം ഉപയോഗിച്ചപ്പോൾ ജോൺ വെസ്ലി 1750 ഇത് വിളിച്ചു പറഞ്ഞ് കേട്ട് വിശ്വസിച്ചവരുടെ ഈ സഭകളിലേക്കാണ് സുവിശേഷം അറിയിച്ചത്. കേട്ട് വിശ്വസിച്ചവർ നേരെ പെന്തക്കോസിലേക്ക് വന്നു. പെന്തക്കോസ് വന്നപ്പോൾ പറഞ്ഞു പോകരുത്. കാര്യം എന്താ? ഈ സഭകളാണ് ശരി എന്ന് അവർ വിചാരിച്ചു. ഓരോ കാലത്തും ദൈവം ഗോതമ്പിനെ വിളിച്ച് പുറത്തേക്ക് കൊണ്ടുവരും. 1906 ആയപ്പോൾ പെന്തക്കോസ്കാർ അതിനു മുമ്പ് വന്നു കൂടിയ ജനത്തിന്റെ ഇടയിലേക്ക് ഇപ്പൊ നമ്മൾ വരുന്ന ലവോദിക്ക സഭാകാലത്തുള്ള ദൈവസഭ, ഈ സഭയിൽ ഈ സഭയിലും അപ്പോസ്തലന്മാരുടെ സഭയിലും ഒരു വിശ്വാസം, ഒരു സ്നാനം, ഒരു കർത്താവ്, ഒരു ആത്മാവ്, ഒരു ഉപദേശം. അപ്പോസ്തലന്മാരുടെ എന്ത് പഠിപ്പിച്ചോ അത് തന്നെയായിരിക്കും, അതേ ഉപദേശമായിരിക്കും ലാസ്റ്റ് സഭയിലും. അതാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് കൂടുന്നവർ വളരെ കുറവായി. കാര്യം എന്താ? വെളിപ്പാട് പുസ്തകം 3:8 പറയുന്നു പെന്തക്കോസ് കാലം വരെ കർത്താവായ യേശുക്രിസ്തു നാമത്തിലല്ല സ്നാനം. ഇവിടെ 3:8 പറയും, ഞാൻ നിനക്ക് മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെക്കുന്നു. വെളിപ്പാട് പുസ്തകം 3:8. ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എങ്കിലും നമ്മൾ ആ സംഘടനാ സഭയിൽ പെന്തക്കോസ് സഭയിൽ ഇരുന്ന സമയത്ത് പറയാണ്, നീ എന്റെ നാമം നിഷേധിച്ചില്ല. അവിടെ വെച്ചോ നമുക്ക് ഈ കർത്താവിനോടായിരുന്നു സ്നേഹം. ഇന്ന് ഈ സഭകൾ എന്തുകൊണ്ട് വിട്ടുവരാത്തത്? അവരുടെ പുരോഹിതന്മാരാണ് അവർക്ക് വലുത്, സഭാ ജനങ്ങളാണ് വലുത്. നമുക്ക് വലുത് വചനമായിരുന്നു, കർത്താവായിരുന്നു വലുത്. അതുകൊണ്ട് നമ്മൾ അവിടെ വിട്ട് പുറത്തേക്ക് വന്നു. ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. നോക്കൂ, ഈ വാതിൽ ഇടുക്കമുള്ളതും വഴി ഈ കത്തോലിക്ക സഭ, മാർത്തോമ സഭ, CSI സഭ, ലൂതറൻ സഭ, പെന്തക്കോസ് സഭ, നമ്മൾ ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം, അതേ സ്നാനവും ഈ സഭയിൽ ഇവിടെ വന്ന് വചനം കേട്ടിട്ട് നമ്മൾ ഇവിടേക്കാണ് വിളിച്ചു പറയുന്നത്. ഇവിടേക്ക് വിളിച്ചു പറയുമ്പോൾ ഈ സഭകളിൽ ഇരിക്കുന്ന ഗോതമ്പും മാത്രം യേശു പറഞ്ഞു, രണ്ടും കൊയ്ത്തോളം വളരട്ടെ, പാകമാകുന്നത് യേശുക്രിസ്തു തന്റെ മണവാട്ടി ചേർത്തുന്നതിന് മുമ്പായിട്ട് ഈ സഭകളിൽ ഇരിക്കുന്ന ഗോതമ്പ് പാകമാകുമ്പോൾ യജമാനൻ ദൂതന്മാരെ അയച്ചിട്ട് ഈ അപ്പോസ്തലന്മാരായ അപ്പന്മാരുടെ വിശ്വാസവും സ്നാനവും നമ്മൾ ഈ സഭകളിലേക്കാണ് വിളിച്ചു പറയുന്നത്. കേട്ട് വിശ്വസിക്കുന്ന ഗോതമ്പിനെ കളപ്പുരയിൽ ശേഖരിക്കുകയും യജമാനൻ കളപ്പുരയിൽ വന്ന് തന്റെ ആടുകളെ കൊണ്ടുപോവുകയും ചെയ്യും. ബാക്കി മുഴുവൻ ഇപ്പോൾ നോക്കുക, ഇനി മുതൽ നിങ്ങൾ പരിശോധിക്കുക. എക്യൂമെനിക്കൽ കൗൺസിലിൽ കൂട്ടിക്കെട്ടിയിരിക്കുകയാണ് കത്തോലിക്ക മുതൽ പെന്തക്കോസുള്ള സകല സഭകളും. ഇപ്പോഴത്തെ പെന്തക്കോസ് പാസ്റ്റർമാരുടെ റവറണ്ടാ. നിങ്ങൾ പോസ്റ്ററുകളൊക്കെ നോക്കുക, കൺവെൻഷൻ നോട്ടീസുകളിൽ പാസ് എന്നുള്ളതൊക്കെ മാറ്റി. ഇനി പാസ് ഒന്ന് പബ്ലിസിറ്റി ചെയ്ത് കഴിഞ്ഞാൽ പിടിച്ച് ജയിലിൽ അടയ്ക്കും. സർക്കാർ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. ഇത് വില്യം മരിയം ബ്രഹാമിലൂടെയാണ് അപ്പോസ്തലന്മാരുടെ അപ്പന്മാരുടെ ഉപദേശത്തിൽ വരണമെന്ന് ദൈവം ഒരു എളിയ മനുഷ്യനിലൂടെ. ഇന്നിപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കിലേക്ക് വേറെ ആരോ സുവിശേഷം പറയാമെന്നോ, നിങ്ങൾ അവരുടെ പിന്നാലെയല്ല പോകുന്നത്. അവർ കാണിച്ചത് അപ്പോസ്തലന്റെ ഉപദേശവും വിശ്വാസവും സ്നാനവും. അതുപോലെ ദൈവം ഉപയോഗിച്ചൊരു മനുഷ്യൻ പെന്തക്കോസ് കൂടിയപ്പോൾ നേരെ ജോൺ വെസ്ലിയുടെ അടുത്തേക്ക് അല്ലല്ല പോയത്, ദൈവസഭയിലേക്കല്ലേ പോയത്, ആത്മാവിലും സത്യത്തിലും. അതുപോലെ വില്യം ബ്രഹാം എന്നൊരു വ്യക്തി അപ്പോസ്തലന്മാരുടെ വിശ്വാസത്തിലേക്ക് പറഞ്ഞു തന്നപ്പോൾ ഇത് കേട്ട് നാം ഇവിടെ വരുന്നു. അപ്പോൾ കളയും ഗോതമ്പും തമ്മിൽ വേർപെടേണ്ട ആവശ്യമുണ്ട്. അത് മനസ്സിലാക്കിയപ്പോഴാണ് നമ്മൾ അവിടെ വിട്ട് പുറത്തേക്ക് വന്നത്. അപ്പോൾ ഈ സഭകളെല്ലാം ഇപ്പോൾ എക്യൂമെനിക്കൽ കൂട്ടിക്കെട്ടി കഴിഞ്ഞു. എന്തിനാണ്? കളകളായി. ഈ വില്യം മരിയം ബ്രഹാമിലൂടെ ദൈവം സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ ഓഡിയോ നമ്മുടെ കയ്യിലുണ്ട്, സൗണ്ട്. കത്തോലിക്ക മുതൽ പെന്തക്കോസുള്ള സകല സഭകളും എക്യൂമെനിക്കൽ കൗൺസിൽ എന്ന ഒരു സംഘടനയിൽ ചേരുമെന്ന് 1919 പറഞ്ഞിരുന്നു. ഏകദേശം 39 കഴിയുമ്പോൾ ഇത് നിലവിൽ വരുന്നത്. 19 പറഞ്ഞത് എത്രയോ വർഷം, 20 വർഷത്തോളം കഴിഞ്ഞ ശേഷം ഇന്ന് ഇപ്പോൾ നമ്മൾ യേശുനാമ സഭകൾ ഉൾപ്പെടെ എക്യൂമെനിക്കൽ കൗൺസിൽ കൂട്ടിക്കെട്ടി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവരുടെ കൺവെൻഷനുകളിൽ രാഷ്ട്രീയക്കാരെ വിളിക്കുന്നത്. ദാനിയേൽ കണ്ട ദർശനം പാദം കളിമണ്ണും ഇരിപ്പും. പാദം എന്ന് പറഞ്ഞാൽ എന്താണ്? പാദം ഒരു ശരീരത്തിന്റെ ഏറ്റവും അവസാനം. തല ക്രിസ്തു, ദൈവം തന്നെ, അത് സ്വർണം കൊണ്ടുള്ളത്. അത് കഴിഞ്ഞ് പാദം, ഇതിനിടയിലുള്ളതാണ് ശരീരം. ആ ശരീരത്തിന്റെ പാദം എന്ന് പറയുമ്പോൾ കളിമണ്ണും ഇരുമ്പും, രാഷ്ട്രീയവും മതവുമാണ്. അവര് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന മതം, അതിനോടൊപ്പം രാഷ്ട്രീയം കൂട്ടിക്കലർത്തുകയാണ്. ഇന്നത്തെ കൺവെൻഷനുകൾ നോക്കുക, പെന്തക്കോസ്തുകാരെ എല്ലാവരും രാഷ്ട്രീയക്കാരെ വിളിക്കുകയാണ്.
ഇത് തമ്മിൽ ചേരില്ല. ദാനിയേൽ കണ്ട ദർശനത്തിൽ നമ്മളോട് പഠിപ്പിച്ചാണ് ഇത് തമ്മിൽ ചേരില്ല. എന്നാൽ എക്യൂമെനിക്കൽ കൗൺസിൽ കൂട്ടിക്കെട്ടിയ പെന്തക്കോസ്തുകാർ ഇതൊക്കെ പഠിപ്പിച്ചു നടന്നതാ. രാഷ്ട്രീയം ഇടകലർത്തരുത്. ഇന്ന് പാസ്റ്റർമാർ അനേകം ഇലക്ഷൻ നിൽക്കുകയാണ്. എന്തിനാണ്? ഒരു സ്ഥാനം വഹിച്ചാൽ നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പാസ്റ്റർമാരിൽ അനേകം ഇലക്ഷൻ നിൽക്കുകയാണ്. ഇത് മുഴുവൻ എക്യൂമെനിക്കൽ കൗൺസിൽ കൂട്ടിക്കെട്ടി കഴിഞ്ഞു. ഇനി അത് അവിടെ പറഞ്ഞത് രണ്ടും കൊയ്ത്തോളം വളരട്ടെ. അപ്പൊ കൊയ്ത്തോളം വളരുന്നവരെ നമ്മളിവിടെ CSI ഉള്ള പലരുണ്ട്, കത്തോലിക്കലുള്ളവരുണ്ട്, പെന്തക്കോസ്തുള്ളവരുണ്ട്. അപ്പൊ നമ്മളെല്ലാം ഇവിടെയായിരുന്നു, മാർത്തോമയിലുള്ളവരുണ്ട്. ഈ സഭകളിലായിരുന്നു കർത്താവിന്റെ മത്തായി 13:30 പറഞ്ഞ വചനം ഇന്ന് നിവൃത്തിയാകേണ്ടത് നിവൃത്തിയായ കൂട്ടരാണ് നമ്മൾ, ഈ ചെറിയൊരു കൂട്ടം. എന്റെ ആളുകളെ ഞാൻ പേർ ചൊല്ലി വിളിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ ഇവിടെ വന്ന് കൂട്ടിയപ്പോൾ ബാക്കി മുഴുവനും കെട്ടുകളായി കെട്ടി, കളകളായി, തീക്കായിക്കൊട്ടി അവരാണ് എക്യൂമെനിക്കൽ കൗൺസിലിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നത്. അടുത്ത യേശു പറയാണ്, ഗോതമ്പ് എന്റെ കളപ്പുരയിൽ കൂട്ടിവെപ്പാനും കൽപ്പിക്കുമെന്ന് പറഞ്ഞു. കണ്ടോ? അതായത് നമ്മളായിരിക്കുന്ന സംഘടനാ സഭയിൽ തന്നെ ഇരിക്കാനല്ല, അവളെ വിട്ടു പോരും. വെളിപ്പാട് 18:4 അവളുടെ പാപം ആകാശത്തോളം ഒന്നിച്ചിരിക്കുന്നു, അതുകൊണ്ട് അവരുടെ കൂടെ അല്ല, അവരിൽ നിന്ന് വിട്ടു പോരുവാനാണ് കർത്താവ് പറയുന്നത്. വീണ്ടും യേശു ഉപമ പറയാണ് 13:36. യേശു പുരുഷാരത്തെ പറഞ്ഞ് അയച്ചിട്ട് വീട്ടിൽ വന്ന് ശിഷ്യന്മാർ അവന്റെ അടുക്കൽ ചെന്ന് വയലിലെ കളകളുടെ ഉപമ തെളിയിച്ചു തരണമേ എന്ന് പറഞ്ഞു. യേശു ഉപമ പറഞ്ഞത് ഗ്രഹിക്കാൻ എന്നാണ് എല്ലാ സഭകളും പഠിപ്പിക്കുന്നത്. നിങ്ങൾ ചോദിച്ചു നോക്കാം, എത്ര വലിയ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കൂ, യേശു ഉപമ പറഞ്ഞത് ഗ്രഹിക്കാനോ ഗ്രഹിക്കാതിരിക്കാനോ എന്ന് തന്നെ ചോദിക്കണം. അവർ പറയും ഗ്രഹിക്കാനാണെന്ന്. വെറുതെ ഗ്രഹിക്കാതിരിക്കാനോ. 36 അവര് ശിഷ്യന്മാർ യേശുവിന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നു, ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമേ, തെളിയിച്ചു തരണമെന്ന്. അപ്പൊ ഉപമയായി പറഞ്ഞ എന്തിനാ? ഗ്രഹിക്കാതിരിക്കാൻ. പിതാവ് സ്നാനത്തിന് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞ ഉപമയാണ്. പുത്രന്റെ നാമം പുത്രനല്ല. ശരിയായ നാമം പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ആ നാമം പറയാതെ നാമത്തിന് പകരമായി മറ്റൊരു വാക്ക് ഉപയോഗിച്ചാണ് ഉപമ. പുത്രന്റെ നാമം പുത്രനല്ല, യേശു. പിതാവിന്റെ നാമം കർത്താവ്. പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പിന് നാൾ വരെ മുദ്രയിട്ടിരിക്കുന്നു, അതാണ് ക്രിസ്തുവിന്റെ മുദ്ര. പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നതിനാണ് നമ്മൾ ക്രിസ്തുവിൽ സംസാരിക്കുന്നു എന്നുള്ളത്. അപ്പൊ പരിശുദ്ധാത്മാവ് എന്ന ആക്ഷരിക നാമത്തിന്റെ ആത്മീയ നാമം ക്രിസ്തു. അപ്പോ ഈ ഉപമ ഞങ്ങൾക്ക് വിശദീകരിച്ചു തരണമെന്ന് അങ്ങനെ അപ്പോസ്തലന്മാരുടെ പരിശുദ്ധാത്മാവ് വിശദീകരിച്ചപ്പോഴാണ് സ്നാനം കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ മനസ്സിലായത്. നോക്കൂ, ആ ഉപമ വിശദീകരിച്ചു തരണമെന്ന് പറഞ്ഞാൽ യേശു പറയാണ് എന്താണ്? കളയും. അതിന് അവൻ ഉത്തരം പറഞ്ഞത്, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ. ആരാണ് ഈ മനുഷ്യപുത്രൻ? ഞാൻ തന്നെ പറഞ്ഞുതരാം. പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ ദൗത്യം എന്താണ്? ദൈവത്തിന്റെ വായ്. ദൈവം ഓരോ കാലത്തിലെയും തന്റെ ജനത്തോട് എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിക്കുന്നു. അവരോട് വചനം പറയുവാൻ, ആ ജഡശരീരത്തിലുള്ള തന്റെ മക്കളോട് വചനം പറയുവാൻ ജഡശരീരത്തിലുള്ള ഒരു വ്യക്തിയെ ദൈവം തിരഞ്ഞെടുക്കും. ആ വ്യക്തിയിലൂടെ ദൈവം സംസാരിക്കുന്നതാണ് മനുഷ്യപുത്രൻ. യേശു ഗലീലയിലെ പ്രവാചകനാണ്. യേശുവിലൂടെ സംസാരിച്ച്, യേശു എന്ന് പറഞ്ഞാൽ ഞാൻ സ്വയം സംസാരിക്കുന്നില്ല, പിതാവാകുന്നു എന്നിലൂടെ സംസാരിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് പറയാനുള്ളത് പറയുന്നതിനെയാണ് മനുഷ്യപുത്രൻ. യെശയ്യാ പ്രവാചകനെ മനുഷ്യപുത്രൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം സംസാരിക്കാനുള്ളവർ. ഇവിടെ നോക്കൂ, നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ എന്ന് വെച്ചാൽ ഇന്ന് ഈ കത്തോലിക്ക സഭ മുതൽ പെന്തക്കോസ്തൽ ഇരിക്കുന്നവരത്തേക്ക് ഈ സത്യസുവിശേഷം അറിയിക്കുന്ന നാം ആണ്. ദൈവത്തിന് പറയാനുള്ള കാര്യമാണ് നമ്മൾ അവരോട് പോയി പറയുന്നത്. കർത്താവാണ് അപ്പോസ്തല പ്രവൃത്തി മുതൽ ഒരു വിശ്വാസം തുടങ്ങിയത്. അതിൽ നിന്ന് തെറ്റി നിൽക്കുന്നവരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നത് ദൈവത്തിന്റെ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സംസാരിക്കാൻ നിൽക്കുന്ന നാളിൽ ഞാൻ നിങ്ങൾക്ക് നാവിൽ നൽകും. അപ്പൊ ദൈവത്തിന് പറയാനുള്ളത് പറയുന്നവരെയാണ് മനുഷ്യപുത്രൻ. ഇനി ലോകം, യേശു പറഞ്ഞല്ലോ ഞാൻ പോകുന്നു, ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. അപ്പൊ ഈ ലോകം എന്ന് യേശു പറഞ്ഞത് ആരാണെന്ന് നോക്കുക. യേശു പോയി മടങ്ങി വന്ന് എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഈ സഭകൾ മുഴുവൻ പറയുന്നു യേശു പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. ഇവിടെ വേറെ മൂന്നാമത്തെ വ്യക്തി ആണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ അവർ കണ്ടവരാണോ? അല്ല. ആരാണ്? ലോകം നോക്കുക. വയൽ അല്ലെങ്കിൽ ലോകം. നല്ല വിത്ത്, വയൽ എന്ന് പറഞ്ഞാൽ ലോകം. നല്ല വിത്ത് എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പുത്രന്മാർ. കള ദുഷ്ടന്റെ പുത്രന്മാർ. അത് വിതച്ചത് ശത്രു, പിശാച് തന്നെ. അപ്പൊ കള ദുഷ്ടന്റെ പുത്രന്മാരിലൂടെ ദുരുപദേശം പറയുന്നത് ആത്മാവ്, ദൈവം, പിശാചും ആത്മാവ്. പിശാച് എന്ന ആത്മാവ് മനുഷ്യരിലൂടെ, ഈ മനുഷ്യരിലൂടെ എന്ന് പറഞ്ഞ കാര്യമില്ല, നമ്മുടെ സഭ വ്യക്തമായി പഠിപ്പിക്കുന്നു. ആരിലൂടെ? ഈ കാണുന്ന സകല പുരോഹിത വർഗത്തിലൂടെയും. എവരാണ് കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും.
അവരിലൂടെ പിശാച് സംസാരിക്കുന്നതിനെ അവർ സംസാരിക്കുന്നു. നല്ലത് ദൈവത്തിന്റെ പുത്രന്മാർ, അത് വിതച്ചത് ആര്? കർത്താവ്, ആത്മാവ്. അപ്പൊ ദൈവാത്മാവ് വഴി നടത്തുന്നവർ ദൈവത്തിന്റെ പുത്രന്മാർ, പിശാചിന്റെ ഉപദേശം പഠിപ്പിക്കുന്നവർ പിശാചിന്റെ ദാസന്മാർ. രണ്ടു കൂട്ടരും ആണ്. അപ്പൊ ലോകം എന്ന് പറഞ്ഞത് കൊയ്ത്ത്, ലോകാവസാനം. കൊയ്യുന്നവർ ദൂതന്മാർ. ആരാണ് ഇപ്പൊ കൊയ്യുന്നത്? നമ്മളാണ്. ഈ ട്രാക്റ്റുമായി പോകുന്ന നമ്മളാണ്. ഇത് യേശു പറഞ്ഞിട്ടുണ്ട്, വിതയ്ക്കാത്തടത്ത് നിന്ന് നമ്മൾ കൊയ്യാണ്. നമ്മളല്ല വിതച്ചത്, വിതച്ചത് നമുക്ക് മുൻപേ ഉള്ളവർ വിതച്ചു. നമ്മളാണ് അവിടെ നിന്ന് കൊയ്ത് എവിടെ? കളപ്പുരയിൽ ആടുകളെ ശേഖരിക്കുന്നത്. യജമാനൻ വന്ന് കളപ്പുരയിൽ നിന്നാണ് തന്റെ ആടുകളെ കൊണ്ടുപോകുന്നത്. 13:44 സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചു വെച്ച നിധിയോട് സദൃശം. ആ മർമ്മം നിങ്ങൾക്ക് മനസ്സിലാകണം. പാസ്റ്റർ വിളിച്ചതുകൊണ്ട് വരികയല്ല നിങ്ങൾ വേണ്ടത്. പാസ്റ്റർ വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ഒരു സാധനം കണ്ടെത്തിയിരിക്കണം. സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ച നിധിയോട് സദൃശം. അത് ഒരു മനുഷ്യൻ കണ്ട് മറച്ചു വെച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. വയൽ എന്ന് വെച്ചാൽ സഭ. നമ്മൾ ദൈവത്തിന്റെ സഭ എന്ന് പറയുന്ന ആ സഭകൾക്കകത്ത് ദൈവജനം ഇരിക്കുന്നതാണ് സഭ. സഭ എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ ശരീരം. ആ വ്യക്തി മാത്രമേ പാപമോചന സ്നാനം ലഭിച്ച് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായി വരികയുള്ളൂ. യേശു ക്രിസ്തുവിനോട് ചേരുവാനാണ് സ്നാനം. അത് ശരി തന്നെയാണ്. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ വിശുദ്ധനാകാൻ നിങ്ങൾ വിശുദ്ധരാകുകയും. വിശുദ്ധനാകുവാൻ ഒറ്റ വഴിയുള്ളൂ, പാപമോചനം. അതാണ് കർത്താവായ യേശു ക്രിസ്തു നാമത്തിലുള്ള സ്നാനം. അപ്പോ അത് ഈ വയൽ വിലയ്ക്ക് വാങ്ങുന്ന വെച്ചാൽ നമ്മൾ ഈ ട്രാക്റ്റും കൊണ്ട് പോകുമ്പോൾ ദൈവത്തിന്റെ ജനത്തെ നമ്മൾ അവിടെ നിന്ന് വിലയ്ക്ക് വാങ്ങുന്നത്. എന്താ വിലയ്ക്ക് കൊടുത്തത്? നാം നമ്മെ തന്നെ ലോകത്തിനല്ല വിറ്റിരിക്കുന്നത്, പിശാചിനല്ല വിറ്റിരിക്കുന്നത്, നമ്മൾ ക്രിസ്തുവിന് വിറ്റു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആ ഉപദേശവുമായി നമ്മുടെ അവരുടെ ഇടയിലേക്ക് പോകുന്നത്. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് യേശു പറയുന്ന ഓരോ വാക്കും ശ്രദ്ധിക്കണം. ആദ്യം പറഞ്ഞത് എന്താ? സന്തോഷത്തോടെയാണ് ഞാൻ എന്നെ ക്രിസ്തുവിന് വിറ്റെങ്കിൽ പിന്നെ എനിക്കുള്ളതെല്ലാം ക്രിസ്തുവിനായി, എൻ്റെ സുവിശേഷത്തിനായി. ഞാൻ തന്നെ സുവിശേഷത്തിനായിട്ടുള്ളതാണ്, ക്രിസ്തുവിനായിട്ടുള്ളത്. സന്തോഷത്തോടാണെങ്കിൽ. ഇനി അങ്ങനെ നമ്മളെ കർത്താവ് വിലയ്ക്ക് വാങ്ങിച്ചെങ്കിൽ അടുത്ത ഒരു വ്യാപാരിയോട് സാദൃശ്യം. ഇതാണ് പറഞ്ഞത്, താലന്ത് കിട്ടിയിട്ട് കൊണ്ടുവന്ന് കുഴിച്ചിടുന്നവനെ ദുഷ്ടദാസൻ എന്ന് വിളിക്കും. വിനിമയം ചെയ്യണം, വ്യാപാരം ചെയ്യണം, വർദ്ധിപ്പിക്കണം. അതിനാണ് നമ്മൾ ഈ ട്രാക്കുകളെല്ലാം അടിച്ച് ദൈവജനം ഉണ്ടോ എന്ന് പരിശോധിക്കും. വ്യാപാരം ചെയ്യണം, ആത്മാക്കളെ നേടുകയാണ്. അതാരാണ്? നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശ്യം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറേ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഹല്ലേലൂയ. ഇനി യോഹന്നാൻ 14:26 ഇവിടെ ആദ്യം എടുത്താണ്, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് പറയുന്നവൻ എതിർ ക്രിസ്തുവാകുന്നു. എന്നാൽ പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയെ സമ്മതിച്ചേരിയില്ല. പക്ഷെ പുത്രന്റെ ആത്മീയ നാമം യേശുവാണ് ക്രിസ്തു. ക്രിസ്തു എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ലോകം വിശ്വസിക്കുന്നു. ഈ ആത്മീയമായ നാമത്തെ അവർ ഈ ആക്ഷരിക വാക്കുകൾ കൊണ്ട് മൂന്നാക്കുകയാണ്. അക്ഷരം കൊല്ലുന്നു, മൂന്നാക്കുന്നവൻ വേർപെടുത്തുന്നവനാണ്. അവനാണ് ഈ നമ്മളിപ്പോൾ നേരത്തെ പറയാം കള വിതയ്ക്കുന്നവൻ. വിത്ത് കർത്താവായ യേശു ക്രിസ്തു. ആ വിത്തിനാണ് കുഴിച്ചിട്ടത് കർത്താവായ യേശു ക്രിസ്തുവിനെ. അതിൽ നിന്നാണ് നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നാമം ഉയർത്തെഴുന്നേറ്റ് വരുന്നത്. സ്നാനത്തിൽ അടക്കപ്പെടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന നോക്കൂടെ ഇങ്ങനെയാണ് പറയുന്നത്. ഇത് ആക്ഷരികമായി പറയാണ്. യേശു പറയണത്, ഞാൻ പോയി പിതാവിനോട് ചോദിക്കും, മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അടുക്കൽ അയച്ചു തരും. അപ്പൊ ലോകക്കാരിൽ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ ലോകം എന്നെ കാണുകയില്ല. ലോകത്ത് സഭകളിലാണ് 2 വിത്തും വിതച്ചത്. ഈ സഭകളിൽ തന്നെ 2 വിത്ത് ഇരിപ്പുണ്ട്. കർത്താവ് വരുന്നതിന് മുമ്പ് ഒറിജിനൽ സീഡിനെ കളപ്പുര ശേഖരിക്കും. അതെ, മറ്റേ വേറൊരുത്തനെ എന്ന് ലോകസഭകൾ പഠിപ്പിക്കും. നോക്കൂ, യോഹന്നാൻ 17. അപ്പൊ യേശു പറഞ്ഞ പ്രകാരം വന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാണ്. ആ പരിശുദ്ധാത്മാവിനെ ആര് കാണും ആര് കാണില്ല എന്ന് യേശു തന്നെ പറയാണ്. 14:16 പറഞ്ഞു പരിശുദ്ധാത്മാവ് വരുന്നതിനെ കുറിച്ച്. 17 പറയാണ്, ലോകം അവനെ കാണുകയോ അറിയായികയാൽ അതിന് അവനെ ലഭിപ്പാനും കഴിയില്ല. മനസ്സിലായോ? ലോകം എന്ന് പറഞ്ഞാൽ ആരാണ്? ഈ കത്തോലിക്ക മുതൽ പെന്തക്കോസ്തുള്ള സഭയാണ്. നമുക്ക് ഈ വരുന്ന പരിശുദ്ധാത്മാവ് ആരാണെന്ന് ലോകം എന്ന് നമ്മളിപ്പോ കണ്ടു. ദൈവം വിത്ത് വിതച്ചത്, നല്ല വിത്ത് വിതച്ച് പിശാചി കളവ്, അതായത് സഭ. ലോകം അവനെ, അതായത് ഈ വരുന്ന പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ. എന്താ ഈ പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റുമോ? ആത്മാവല്ലേ.
കാണാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ നമ്മളിപ്പോൾ യോഹന്നാൻ 4:19 എന്താ പറഞ്ഞത്? അപ്പോസ്തലന്മാർ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്ത് പ്രസ്താവിപ്പാതിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ എത്രത്തോളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വന്ന പ്രകാരം നിങ്ങൾ ഈ വചനത്തിൻ്റെ വളരെ ആഴത്തിലാണെങ്കിലേ ഇത് ഗ്രഹിക്കുള്ളൂ. ഇങ്ങനെ വെറുതെ ചെവി കൊണ്ട് കേട്ട് പോകുന്നെങ്കിൽ ഞാൻ പറഞ്ഞു തരാം, പറഞ്ഞത് കേട്ടിട്ട് നിങ്ങൾ ഉണ്ടാവാതെ എങ്ങനെയും പോകും. നോക്കൂ, യേശു പറഞ്ഞു കുറഞ്ഞോ എന്ന് കഴിഞ്ഞാൽ ലോകം എന്നെ കാണുകയില്ല, നിങ്ങളോ എന്നെ കാണും. ശ്രദ്ധിക്കുക, ലോകം കാണുകയില്ലെന്നാ യേശു. നിങ്ങൾ ശ്രദ്ധിക്കുക, കറണ്ടൊക്കെ പോട്ടെ. യേശു ബാറ്ററി ലൈറ്റ് കണക്കും, ആ ബെഡ് സ്വിച്ച് ബാക്കിലെടുത്ത് അതിൻ്റെ ബാക്കിലെടുത്ത് അത് കാണിച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കുക, യേശു പറഞ്ഞാണ് ലോകം എന്നെ കാണുകയില്ല. യേശു സംസാരിച്ച് ഉയർത്തെഴുന്നേറ്റ് പോകുന്നതിന് മുമ്പുള്ള കാര്യം പറയാണ്, ലോകം എന്നെ കാണുകയില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകം മുഴുവൻ യേശുവിനെ കണ്ടു. അതുകൊണ്ടാണല്ലോ കല്ലെറിഞ്ഞത്. ലോകം എന്ന് പറഞ്ഞാൽ ശത്രു, യേശുവിന് വിരുദ്ധമായി നിന്നവർ. എന്നാൽ ഞാൻ പോയി മടങ്ങി വരുമ്പോൾ ലോകം എന്നെ കാണില്ല. മടങ്ങി വരുന്നത് ആത്മാവായിട്ടാണ്. എല്ലാ നാളും നിങ്ങളോടും കൂടെ ഇരിക്കും, ലോകാവസ്ഥകളിരിക്കും. നിങ്ങളോ എന്നെ കാണും, ലോകം എന്നെ കാണുകയില്ല എന്ന് യേശു പറഞ്ഞ കാര്യം യോഹന്നാൻ 14:17 പറയാണ്. ഈ വരുന്ന പരിശുദ്ധാത്മാവാണ്. യേശു ശരീരവുമായി മുകളിലേക്ക് പോയിട്ട് തിരികെ പരിശുദ്ധാത്മാവായി ഭൂമിയിലേക്ക് വന്നു. അങ്ങനെ വരുമ്പോൾ ആര് കാണും ആര് കാണില്ല എന്ന് യേശു പറയുകയാണ്. നോക്കൂ, ലോകം അവനെ കാണുകയോ, എന്താണ് കാണുക വെച്ചാൽ ഗ്രഹിക്കുകയോ, ആത്മാവിൽ ദർശനം കാണണം. സീനായിട്ട് ഉയർത്തെഴുന്നേറ്റ് പോയ യേശു ക്രിസ്തു തന്നെയാണ് ഈ പരിശുദ്ധാത്മാവെന്ന് കാണണം. പരിശുദ്ധാത്മാവാണ് നമ്മളിൽ ഇരിക്കുന്നത്, അല്ലേ? അത് എല്ലാവരും സമ്മതിക്കും. ഈ ലോകമെന്ന് പറയുന്ന എല്ലാ സഭകളും പറയും പരിശുദ്ധാത്മാവാണ് നമ്മൾ ഇരിക്കുന്നത്. കൊലോസ്യർ 1:27 വായിച്ചു നോക്കുക. മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. ക്രിസ്തു ആരാണ്? യേശു അപ്പോസ്തലന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു? നീ ക്രിസ്തു. ഈ യേശുവിനെ ചൂണ്ടിയിട്ടാണ് പറഞ്ഞത് ക്രിസ്തു. നമ്മുടെ കാട്ടു വചനമുണ്ട്, അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു, യേശുവിനെ ക്രിസ്തു എന്ന് പഠിപ്പിച്ചു. ആ ക്രിസ്തു ആണ് നമ്മുടെ ഉള്ളിലിരിക്കുന്നത്. മഹത്വത്തിന്റെ പ്രത്യാശ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു. അതാണ് യേശു ക്രിസ്തു. അല്ലാതെ ഈ ലോകം മരണത്തിനായി പറയുമ്പോൾ ഇതിനെ 3 വെച്ചിരിക്കുന്നു. മരണം, ആ മരണം വിട്ടാണ് നമ്മൾ ജീവനിലേക്ക് കടന്നിരിക്കുന്നത്. വീണ്ടും അതിനെ 3 നോക്കൂ. അങ്ങനെ പരിശുദ്ധാത്മ വരുമ്പോൾ ലോകം, ഈ സഭകൾക്ക് കാണാൻ കഴിയില്ല. കത്തോലിക്ക മുതൽ പെന്തക്കോസ്തിലിരിക്കുന്ന ഒരു സഭയ്ക്കും ഈ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു ആണെന്ന് അവർ സമ്മതിച്ചു തരില്ല. അതാണ് പറഞ്ഞത്, യേശുവിനെ ക്രിസ്തു അല്ല എന്ന് നിഷേധിക്കുന്നവൻ എതിർ ക്രിസ്തു. ആത്മീയവുമായി ആക്ഷരികവുമായി പറഞ്ഞിരിക്കുകയാണ്. ഇത് ഗ്രഹിക്കുന്നവനാണ് ദൈവത്തിനുള്ളവൻ. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകം അവനെ, ഇത് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് വെച്ചതല്ല, ബൈബിളിലെ വചനം അങ്ങനെ തന്നെ എടുത്തതാണ്. നിങ്ങൾ ഇസ്രായേലിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് യോഹന്നാൻ 14:17. ലോകം അവനെ, അതായത് ഈ വരുന്ന പരിശുദ്ധാത്മാവിനെ കാണുകയോ അറിയുകയോ, അതായത് വേറൊരു യോഹന്നാൻ 16 പറഞ്ഞത്, പിതാവിനെയും എന്നെയും അറിയായ കൊണ്ടത്രേ അവർ നിങ്ങളെ ഉപദ്രവിക്കുന്നത്. അത് പിതാവ് വേറെ, യേശു ഈ പരീക്ഷന്മാരുടെ മുമ്പിൽ നിന്ന് പറഞ്ഞു, നീ ദൈവത്തോട് സമനാക്കുന്നുവോ? വാസ്തവത്തിൽ അവനാണ് ദൈവം, ഇമ്മാനുവേൽ. ആ ദൈവമാണ് നമ്മോട് കൂടെ വന്നത്. അവർ രണ്ടാക്കിയിട്ട് വേറെ വേറെ എന്ന് പറഞ്ഞത് കൊണ്ടാണ് യേശു വിശ്വസിക്കുന്നവരെ കൊല്ലുന്നത്. അതാ യേശു പറയുന്നത്, എന്നെയും പിതാവിനെ അറിയായ കൊണ്ടത്രേ അവർ ഉപദ്രവിക്കുന്നത്. നിങ്ങൾ ലോകക്കാരായിരുന്നു, പെന്തക്കോസ്തുകാരായിരുന്നു നമ്മൾ, നിങ്ങൾ ലോകക്കാരായിരുന്നു, എന്നാൽ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുത്ത് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്താക്കി വെച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീടും ദൈവരാജ്യത്തിൽ പൗരത്വമുണ്ട്. അതേപോലെ യേശു വേറെന്ന് പറയാം, നിങ്ങൾ ഈ ലോകത്തായിരുന്നുവെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു എന്നാ. ലോകം എന്നെ പകച്ചുവെങ്കിൽ നിങ്ങളെയും പകയ്ക്കും. ഇത് ഒന്ന് എന്ന് വെളിപ്പെട്ട് കിട്ടിയതാണ്. നമ്മളും അവരുടെ കൂടെ ഇത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ്, അല്ലെങ്കിൽ ഇത് അവർക്ക് മനസ്സിലാകയില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമ്മൾ ഭയങ്കര കൂട്ടായ്മയാണ്. ഇത് പറയാൻ പോലും വേണ്ട. യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിച്ചാൽ തന്നെ അവർക്ക് മനസ്സിലാകാം എന്താ വരുന്നവൻ ശരിയല്ല എന്ന് പറയും. നമ്മുടെ ഉള്ളിൽ ആത്മാവ്, അവരുടെ ഉള്ളിൽ ദുരാത്മാവ് തിരിച്ചറിയുന്നതാണ്. അപ്പൊ ലോകം നമ്മളെ പകയ്ക്കുന്നു. ഇവിടെ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിനെ അവന് ലഭിക്കാനും കഴിയില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ പെന്തക്കോസ്തിലായിരുന്നപ്പോൾ നിങ്ങൾ എല്ലാവരും പരിശുദ്ധാത്മാവുണ്ട്. അന്നത്തെ വിശ്വാസം അനുസരിച്ച് കർത്താവ് വന്നാൽ പോകുന്നല്ലായിരുന്നു നമ്മളെല്ലാം വിശ്വാസം.
ഏത് സഭയിലായിരുന്നാലും പരിശുദ്ധാത്മാവ് ഉണ്ടെന്നും നമ്മൾ കർത്താവിന്റെ സഭയിൽ പോകുമെന്നാണ്. പക്ഷെ അവിടെ വിട്ട്, ലോകം വിട്ട് ഇന്ന് ദൈവത്തിന്റെ സഭയിലേക്ക് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി, അന്യരും പരദേശിയും ലോകത്ത് തന്നെ ദൈവമില്ലാത്തവരുമായിരുന്നു. പണ്ട് ഇസ്രായേൽ ജനം നടന്ന പോലെ ദൈവം വിളിച്ച് വേർതിരിച്ച കൂട്ടരൊക്കെ തന്നെ. പക്ഷെ ദൈവത്തിന്റെ വചനം നിഷേധിച്ചതുകൊണ്ട് ദൈവം അവരോടൊപ്പമില്ല, ദൈവവും അവര് ദൈവത്തിലുമില്ല, ദൈവം അവരിലുമില്ല എന്ന് മനസ്സിലാകുന്നത് പോലെയാണ് നമുക്കിപ്പോൾ മനസ്സിലായത്. ഇന്ന് പരിശുദ്ധാത്മാവ് പ്രാപിച്ചപ്പോഴാണ് മനസ്സിലായത്, അവരുടെ കൂടെ ഇരുന്നപ്പോൾ നമുക്ക് ആത്മാവില്ലായിരുന്നു. പക്ഷെ അവർ സമ്മതിച്ചില്ല. ഇവിടെ പറയും, നോക്കൂ, ഇങ്ങനെ തൃത്വം പറയുന്ന ഒരുവനും പരിശുദ്ധാത്മാവ് ലഭിക്കില്ല, പരിശുദ്ധാത്മാവ് ലഭിക്കില്ല. വ്യക്തമായി അപ്പോസ്തലർ 2:38 യേശു ഓരോരുത്തർ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നാനം ഏൽപ്പി എങ്കിൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും. ആ സ്നാനം നിഷേധിച്ച് നടക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പറഞ്ഞാൽ യേശു അറിയാതെ പരിശുദ്ധാത്മാവിനെ പഠിച്ചെടുത്ത് അവർ സ്വന്തമായിട്ട് വെക്കുന്നവരായിരിക്കണം. എങ്കിൽ യേശുവിനേക്കാൾ വലിയ വ്യക്തികളായി അവർ. അതാ നോക്കൂ, അവർക്ക് പ്രാപിപ്പാൻ കഴിയില്ലെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ഇരുന്നപ്പോൾ പരിശുദ്ധാത്മാവില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നപ്പോൾ നമ്മൾ പണ്ട് വായിച്ചുകൊണ്ടിരുന്ന അതേ വേദഭാഗം തന്നെ ഇന്ന് വായിക്കുമ്പോൾ ആ വചനം ഇന്ന് ഇങ്ങോട്ട് സംസാരിക്കുകയാണ്. അതാ വചനം പറഞ്ഞ പരിശുദ്ധാത്മാവ് പ്രാപിച്ചവൻ ആരാലും ഉപദേശിക്കേണ്ട ആവശ്യമില്ല, ആ വചനം തന്നെ അവനെ പഠിപ്പിക്കും. അപ്പൊ ലോകത്തിന് അവനെ കാണാൻ കഴിയുകയില്ല. അടുത്ത നോക്കൂ, നിങ്ങളോ, അതാണ് ദൈവജനം, അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് കൂടെ വസിക്കുകയും, വെച്ചാൽ എന്നേക്കും, അതാണ് മുദ്ര, പരിശുദ്ധാത്മാ മുദ്ര, നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഈ വന്ന പരിശുദ്ധാത്മാവ് ആരാണ് എന്ന് അറിയണമെങ്കിൽ ഞാൻ പോയി മടങ്ങി വന്ന എല്ലാ നാളും നിങ്ങളോട് കൂടി ഇരിക്കും, ലോകാവസാനത്തോളം ഇരിക്കും എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. അതാണ് ഇവിടെ പറയുന്നത്, ക്രിസ്തു നമ്മിൽ ഇരിക്കുന്നു. യേശു പറഞ്ഞ വചനങ്ങളാണ്, ഒന്നും മാറിപ്പോയില്ല. നോക്ക്, യോഹന്നാൻ 14:21 ആർക്കാണ് കിട്ടുന്നത്? എന്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാവുന്നു, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു 3 പേരുണ്ടെന്ന്. അങ്ങനെയല്ല, ദൈവത്തിന്റെ വചനം വിശ്വസിച്ച് പ്രമാണിച്ചനുസരിക്കുന്നവനെ പരിശുദ്ധാത്മാവ് വഴി നടത്തും. ആ പരിശുദ്ധാത്മാവ് വഴി നടത്തുന്ന ഒരു വ്യക്തിക്ക് റോൾ മോഡലായിട്ടാണ് യേശു ആ സംസാരിക്കുന്ന സമയം നിൽക്കുന്നത്. സാധാരണ ഒരു ദൈവപുത്രനായി, അതാണ് ശരീരത്തിൽ ആത്മാവ് വഴി നടത്തുന്ന ഒരുവന് മാതൃകയായി നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് ഒരു പിതാവ് ഉണ്ട് എന്നും, ഇന്നും വിശ്വാസ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ നമുക്കും ഒരു പിതാവ് ഉണ്ട് എന്നതാണ് ഇവിടെ പഠിപ്പിച്ചേർന്നത്. അല്ല യേശു തന്നെ പറയല്ലേ പിതാവ് ഉണ്ടെന്ന് എന്ന് വിചാരിക്കുകയല്ല വേണ്ടത്. ഇതെല്ലാം അക്ഷരത്തിന്റെ ശുശ്രൂഷയാണ്. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഇത് മനസ്സിലാവുകയുള്ളൂ. അതിന് യേശുക്രിസ്തു നാമത്തിൽ സ്നാനപ്പെടുക തന്നെ വേണം. അതുവരെ 3 തന്നെ തോന്നും. നോക്കും, എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു, ഞാനും അവനെ സ്നേഹിച്ച് അവന് എന്നെ തന്നെ പറഞ്ഞു കൊടുക്കുന്നല്ല, ബൈബിൾ എഴുതി വെച്ചിരിക്കുന്ന കാണിച്ചു കൊടുക്കുന്നല്ല, ഈ എഴുതിയിരിക്കുന്ന വേദവചനത്തിന്റെ ഉള്ളിലുള്ള മർമ്മം ദൈവം അവനെ വെളിപ്പെടുത്തി കൊടുക്കും. അങ്ങനെ ഉള്ളവർക്ക് മാത്രമാണ് ഈ യേശു തന്നെയാണ് പരിശുദ്ധാത്മാവ്, അതായത് പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ കർത്താവ് തന്നെ വെളിപ്പെടുത്തി തരണം. ഒരു വേദവചനങ്ങളുണ്ട്. യോഹന്നാൻ 15:18 ലോകം നിങ്ങളെ പകയ്ക്കുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് മുമ്പേ എന്നെ പകച്ചിരിക്കുന്നു. ഈ ലോകം ആരെന്ന് ഞാൻ കാണിച്ചറിയാണ്. യേശു പറഞ്ഞ ലോകം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കാത്ത ഇതേ സഭകളിലുള്ളവരെയാണ്. അവരുടെ ഇടയിൽ നിന്നാണ് ദൈവത്തിന്റെ ജനത്തെ ദൈവം വിളിച്ച് വേർതിരിച്ചത്. അതിന് ഒറ്റ വാതിൽ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ ഈ സഭകൾ തന്നെ യേശുവിനെ മുമ്പേ പകച്ചിരിക്കുന്നു എന്നറിയും. നിങ്ങൾ ലോകക്കാരായിരുന്നു എങ്കിൽ, അതായത് നമ്മളും ആ സഭയിലായിരുന്നുവെങ്കിൽ ആ സഭകൾ എന്ന ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. നമ്മളിപ്പോ അവിടെ സ്വന്തമല്ല, അതുകൊണ്ടാണ് അവർ നമ്മെ പകയ്ക്കുന്നത്. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കെ ഞാൻ നിങ്ങളെ ലോകത്ത് നിന്ന് തിരഞ്ഞെടുക്കൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. ഈ പള്ളിക്കാർ നമ്മെ നോക്കി പകയ്ക്കുന്നതിന് കാരണം കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തു. ഇത് ഈ സഭക്കാർ പറയുമ്പോൾ വെറുതെ പറയുന്ന വാക്യമല്ല. ഞാൻ ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നു, സ്വർഗത്തിരിക്കുന്നു, എൻ്റെ കയ്യിലെ ബൈബിളിലല്ലേ പറഞ്ഞിരിക്കുന്നത്, ഞാനത് വായിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ അല്ല ഇത്. യേശുക്രിസ്തു നാമത്തിൽ സ്നാനമേൽക്കണമെന്നത് നിർബന്ധമാണ്. അങ്ങനെയുള്ളവർക്ക് ഇത് കൃത്യം മനസ്സിലാവുകയുള്ളൂ. നോക്കൂ, 15:20 ദാസൻ യജമാനേക്കാൾ വലിയവനല്ലേ എന്ന് ഞാൻ നിങ്ങൾ പറയുന്നു. ഞാൻ നിങ്ങൾ പറഞ്ഞ വാക്ക് ഓർപ്പേൻ. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെയും ഉപദ്രവിക്കും. ഇനിയും ട്രാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദ്രവം ഏൽക്കാൻ ധൈര്യത്തോടുകൂടെ വരണം. എന്റെ വചനം പ്രമാണിച്ചുവെങ്കിൽ നിങ്ങളുടെ വചനവും പ്രമാണിക്കും. എന്താണെന്ന് അറിയാമോ?
എന്റെ വചനം യേശു കർത്താവ് ഭൂമിയിൽ വരുമ്പോൾ എന്ത് ശുശ്രൂഷ ചെയ്യുമെന്നും ആ സമയത്ത് കർത്താവിനെ അവർ ക്രൂശിക്കുമെന്നതും ദൈവത്തിനെ കുറിച്ചുള്ള വചനമായിരുന്നു. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നമ്മൾക്കും കഷ്ടതയും പഴി ദുഷി നിന്ന പരിഹാസം ഉണ്ട് എന്ന് പറഞ്ഞത് എന്നെ കുറിച്ചുള്ള വചനവും നിവർത്തിയാകും. ഈ ട്രാക്റ്റുമായി ഇതേ നാമവുമായി ചെല്ലുമ്പോൾ അവർ നമ്മളെ ഉപദ്രവിക്കും. നോക്കൂ, എന്തുകൊണ്ടാണ്? എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായ കൊണ്ട് എന്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യുന്നു. അയച്ചവനും ഞാനും വേറെ വേറെ എന്നാണ് അവർ പറയുന്നത്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്ത് നിർത്താം. 5:30 6 മണിക്കാണ് തീർന്നത്. ആരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഓക്കെ. പരിശുദ്ധാത്മാവിലല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയില്ല. നമ്മളെടുത്ത വചനത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് വരികയാണ്. ഈ ലോകക്കാരെല്ലാം യേശുവിനെ കർത്താവ് എന്ന് പറയുകയാണ്, അല്ലേ? പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നും പറയുന്നു. പരിശുദ്ധാത്മാവ് ഉള്ളവൻ ഈ യേശു കർത്താവ് എന്ന് പറയും. ഈ കർത്താവ് ആരാണ്? സൃഷ്ടികർത്താവാണെന്ന് സമ്മതിക്കും. ഏതെങ്കിലും സഭകളോട് പറയുന്നത് ഈ യേശുവാണ് സൃഷ്ടികർത്താവെന്നും യേശു തന്നെയാണ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞു നോക്കുക, അവർ നിരസിക്കുന്നുവെങ്കിൽ അവരാണ് എതിർ ക്രിസ്തു. അങ്ങനെയെങ്കിൽ യേശുവിനെ നോക്കി കർത്താവ് എന്ന് വിളിച്ചത് ഒന്ന് രണ്ട് വചനങ്ങൾ നോക്കാം. ലൂക്കോസ് 10:21. ആ നാഴികയിൽ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് നിന്നെ വാഴ്ത്തുന്നു. ഓക്കെ. ഇതൊക്കെ യേശുവിനെ പള്ളി പ്രശ്നമാക്കിയെങ്കിൽ നമ്മളെയും പള്ളി പ്രശ്നമാക്കും എന്നുള്ള വാക്യങ്ങളാണ്. ഇത് വീണ്ടും യോഹന്നാൻ 16:3 പറയുന്നത്, അവർ പിതാവിനെയും എന്നെയും അറിയായ കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. ഇനി കൊലോസ്യർ 1:27, ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം ഇന്നതെന്ന് അറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയ ക്രിസ്തു. ഇതാണ് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇരിക്കുന്നു. ഈ ക്രിസ്തു ആരാണ്? ക്രിസ്തുവാണ് യേശു. അതിനുള്ള ചില വചനങ്ങളാണ് താഴോട്ട് പറഞ്ഞു. 2 വചനങ്ങൾ നോക്കിയിട്ട് അപ്പോസ്തലപ്രവൃത്തി പറയണേ. അപ്പോസ്തലപ്രവൃത്തി 5:42. പിന്നെ അവർ ദിനം പ്രതി ദേവാലയത്തിലും വീടുകൾ തോറും ഇടവിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. കണ്ടോ, ഈ യേശു തന്നെയാണ് ക്രിസ്തു, അതായത് പരിശുദ്ധാത്മാവ് എന്ന് അവർ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. നോക്ക്, ദിനം പ്രതി ദേവാലയത്തിലും വീടുകൾ തോറും എന്നാണ്. എവിടെയാണ്? ദേവാലയത്തിലും വീടുകൾ തോറും. അതാണ് നമ്മൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ അവരോട് പറയുന്നത്. അവർ കഴിഞ്ഞ വർഷം നമ്മളെന്താ പറഞ്ഞത്? ഇവിടെയല്ല സുവിശേഷം അറിയിക്കാൻ, ജാതികൾക്ക് പോയി അറിയിക്കാൻ. നമ്മളെന്താ പറഞ്ഞത്? അപ്പോസ്തലപ്രവൃത്തി വായിച്ചു നോക്കൂ, ബൈബിൾ വായിച്ചു നോക്കൂ. യോഹന്നാൻ സ്നാപകനും യേശുവും അപ്പോസ്തലന്മാരും സുവിശേഷം അറിയിച്ചത് സഭകൾ തോറുമാണ്. ഇതാണ് ഞാൻ അവിടെ തർക്കിച്ചത്. അവർ ദേവാലയത്തിലും വീടുകൾ തോറും വീട് തോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തു. അപ്പോസ്തലപ്രവൃത്തി 2:22. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു, യേശു തന്നെ ക്രിസ്തു എന്ന് വെച്ചാൽ ഇത് ആത്മീകമായി പറഞ്ഞിരിക്കുകയാണ്. യേശു തന്നെ ക്രിസ്തു, അതായത് യേശു എന്നത് പുത്രന്റെ നാമമാണ്, ക്രിസ്തു എന്നത് പരിശുദ്ധാത്മാവിന്റെ നാമം. എങ്കിൽ തിരിച്ച് പുത്രൻ തന്നെ പരിശുദ്ധാത്മാവ് എന്ന് പഠിപ്പിച്ചു എന്ന് എഴുതിയിരുന്നെങ്കിൽ ഇവരെല്ലാം വിശ്വസിക്കുമായിരുന്നു. അങ്ങനെ ദൈവത്തിന് വേണ്ട. എന്താ? അവൻ പരിശുദ്ധാത്മാവ് പ്രാപിക്കണം, അതിന് യേശു ക്രിസ്തു നാമം സ്നാനമേൽക്കണം. അങ്ങനെ പരിശുദ്ധാത്മാവ് ലഭിച്ചാൽ അവന് മനസ്സിലാകും യേശു തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞാൽ പുത്രൻ തന്നെയാണ് പരിശുദ്ധാത്മാവ്. ഇവര് ദൈവത്തിന്റെ വചനം കേൾക്കാത്തത് എന്തുകൊണ്ടെന്ന് 1-2 വചനങ്ങളോട് പറയാം. 1 യോഹന്നാൻ 4:6 അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തെ അറിയുന്നവൻ ഞങ്ങളുടെ വാക്കു കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്കു കേൾക്കുന്നില്ല. അപ്പോസ്തലന്മാർ പറഞ്ഞ സ്നാനം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വേണ്ട എന്ന് പറയുന്നുവെങ്കിൽ അവർ ദൈവത്തിൽ നിന്നുള്ളവരല്ല. സത്യത്തിന്റെ ആത്മാവ് ഏത് എന്നും വഞ്ചനയുടെ ആത്മാവ് ഏത് എന്നും ഇതിനാൽ നമുക്കറിയാം. നോക്കൂ, അപ്പോസ്തലപ്രവൃത്തി 4:12 യേശുക്രിസ്തു നാമം നൽകിയത് പരിശുദ്ധാത്മാവ് പത്രോസിലൂടെ. ആ നാമം വേണ്ട എന്ന് പറഞ്ഞതായിരുന്നു വഞ്ചനയുടെ ആത്മാവ്, എതിർ ക്രിസ്തു തന്നെ. യേശു നേരത്തെ പറഞ്ഞു, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും.
മത്തായി 28:20 പറഞ്ഞതാ, ഞാൻ നിങ്ങളോട് കൂടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകലരെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട്. അല്ല, യേശു ഉയർത്തെഴുന്നേറ്റ് പോയി സ്വർഗ്ഗത്ത് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നെങ്കിൽ യേശു പറഞ്ഞ വചനങ്ങൾ തെറ്റിപ്പോകില്ലേ? ഈ യേശു തന്നെയാണ് പോയിട്ട് തിരികെ പരിശുദ്ധാത്മാവായി മടങ്ങി വന്നത്. 6 മണിക്കാണ് തിരുവത്താഴത്ത് പറയുന്നത്. അല്പസമയം വരുന്നത് കേട്ടോ, കുറച്ച് സമയം കൂടെ. എല്ലാ മുഴങ്കാലും മടങ്ങുന്നത് ഒന്നിന്റെ താരതമ്യമാണ്. പഴയ നിയമത്തിൽ പറയാൻ യെശയ്യാ പ്രവാചകൻ 45:23, എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും. ഇതാര് പറഞ്ഞ? യഹോവയായ ദൈവം പറയാണ്. കർത്താവിന്റെ മുമ്പിൽ, പഴയ നിയമത്തിലെ ദൈവത്തിന്റെ നാമത്തിന് മുമ്പിലാണ് എല്ലാ മുഴങ്കാലും മടങ്ങുന്നതെന്ന്. എന്നാൽ പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇത് രണ്ടല്ല എന്ന് കാണിക്കാനാണ്. ഫിലിപ്പിയർ 2:10, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങും. രണ്ടുപേരുടെ മുമ്പിൽ മടങ്ങില്ല, ഒരുവന്റെ നാമത്തിൽ തന്നെയാണ്. പഴയ നിയമത്തിലെ യഹോവയായ ദൈവം തന്നെയാണ് ശരീരധാരിയായി വന്നത്. യേശു യോഹന്നാൻ സുവിശേഷം 16:6-26 പറയുന്നു, പിതാവേ, നീ എനിക്ക് തന്ന നിന്റെ നാമം ഞാൻ ഇവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. യേശു ഒരിടത്തും പിതാവിന്റെ നാമം യഹോവ എന്ന് വെളിപ്പെടുത്തിയില്ല. യേശു തന്റെ ശിഷ്യന്മാർക്കും ലോകത്തിനും പുത്രൻ വെളിപ്പെടുത്തിയ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. ഈ നാമമാണ് ദൈവത്തിന്റെ നാമം. അതുകൊണ്ടാണ് എന്നാണ് എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന യെശയ്യാ പ്രവാചകൻ 45:23 പറഞ്ഞത്. ഫിലിപ്പിയർ 2:10 പറഞ്ഞു, യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെ ഭൂലോകരുടെ അധോലോകരുടെ മുഴങ്കാൽ മടങ്ങും. ഇതാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു നാമത്തിൽ മുട്ടുമടക്കാത്ത ഒരേ ഒരു കൂട്ടരാണ് ഈ പള്ളിയിലെ മുഴുവൻ പുരോഹിതന്മാരും വിശ്വാസികളും. യേശു ക്രിസ്തു നാമത്തെ സ്നാനം എന്ന് പറഞ്ഞാൽ കേൾക്കില്ല. അവരുടെ മക്കളുടെ വിവാഹം പോലും യേശു ക്രിസ്തു നാമത്തിൽ ചെയ്യാൻ പറഞ്ഞാൽ അവർ ചെയ്യില്ല. കുഞ്ഞുങ്ങളുടെ പ്രതിഷ്ഠ യേശു ക്രിസ്തു ചെയ്യില്ല. ഇനി അവർ മരിച്ച അടക്കി പുനരുദ്ധാനത്തിൽ പകരണമെങ്കിൽ റോമർ 6 പറയുന്നു, യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചെങ്കിൽ നിങ്ങൾ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. അവരുടെ മരണത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് ഏകീഭവിക്കും. ഒരൊറ്റൊരെണ്ണം പുനരുദ്ധാനത്തിൽ പോകാതിരിക്കാൻ പിശാച് മഹാപുരോഹിതന്മാരുടെ ഉള്ളിലിരുന്നു കൊണ്ട് സഭാപുരോഹിതൻ പറയുന്നതാണ് അവർ കേട്ടോണ്ടിരിക്കുന്നത്. അവർക്ക് യേശു ക്രിസ്തു നാമം വേണ്ട, ഒരെണ്ണം പോവുകയില്ല. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഈ കാലം നോഹയുടെ കാലം പോലെ ആകും. യെശയ്യാ പ്രവാചകൻ 45:6 പറയുന്നത്, സൂര്യോദയത്തിങ്കിലും അസ്തമയത്തിങ്കിലും ഉള്ളവർ ഞാൻ അല്ലാതെ മറ്റൊരുത്തനുമില്ല എന്ന് അറിയേണ്ടതിന് തന്നെ ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല. ഈ യഹോവ എന്നതിൽ മലയാളം വാക്കാണ്, അവിടെ കർത്താവ് എന്ന് ഉപയോഗിക്കണം. സൂര്യോദയത്തിങ്കൽ, അതായത് ഉൽപ്പത്തി, ദൈവം സകല സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി മുതൽ അസ്തമയം എപ്പോഴാണ്? കർത്താവിന്റെ വരവ്. അത് കഴിഞ്ഞാൽ 8-ാം ദിവസം വീണ്ടും 1000 ആണ്ട് വാഴ്ച. അപ്പോൾ കർത്താവ് വന്ന് തന്റെ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് വരെയും, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഒറ്റൊരുത്തൻ മാത്രമേ ഉള്ളൂ ദൈവം. അവര് യഹോവ വേറെ ദൈവം എന്ന് പറയുകയും പിതാവ് വേറെ ദൈവം എന്ന് പറയുകയും യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയും ചെയ്യുന്നു. 1-ാമത്തെ കൽപ്പന ലംഘിക്കുന്നു. ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക് ഉണ്ടാകരുത്. യേശുവിനെയാണ് സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്. ദൈവം പറഞ്ഞ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, സ്തുതിക്കാവൂ. അപ്പൊ 2 എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അവർ പിടിക്കപ്പെടും. ഇനി അനന്യനായവൻ, യെശയ്യാ പ്രവാചകൻ 48:12 പറയുന്നു, യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ, എന്റെ വാക്ക് കേൾക്കാൻ, ഞാൻ അനന്യൻ. അടുത്ത് പറയുന്നത്, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. അപ്പൊ അനന്യനും യഹോവ, ആദ്യനും അന്ത്യനും യഹോവ. യെശയ്യാ പ്രവാചകൻ 44:6 പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. ഇതില് വെളിപ്പാട് പുസ്തകം 1:17 യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിക്കുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു. 2 ആദ്യനും അന്ത്യനുമില്ല, ഒരുവൻ തന്നെ. ആ യഹോവയായ ആത്മാവായ ദൈവം ശരീരധാരിയായി വന്നവനാണ്. ഇത് എബ്രായ ലേഖനത്തിൽ പറയുന്നത് 13:8 യേശു ക്രിസ്തു, നമ്മളോട് യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്നേക്കും അനന്യൻ. യഹോവ എന്ത് പറഞ്ഞു? ഞാൻ തന്നെ അനന്യൻ, വേറൊരാളുമില്ല. അപ്പൊ ഇത് 2 പേരല്ല. അടുത്ത്, ആടുകളുടെ ഇടയൻ ആരാകുന്നു? സങ്കീർത്തനം പറയുന്നു, യഹോവ എന്റെ ഇടയനാകുന്നു. അത് വേറെ ഒരു ഇടയൻ എന്നാണ് ഇവർ ലോകം പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 10:11 പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുക്കുന്നു. അപ്പൊ യഹോവ എന്ന ആ ഇടയൻ തന്നെയാണ് യേശു ക്രിസ്തു ഇടയൻ. 2 പേരെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തത്. വെളിച്ചം, സങ്കീർത്തനം 27:1 യഹോവ എന്റെ വെളിച്ചം, എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യോഹന്നാൻ 8:12 പറയുന്നു, യേശു പിന്നെ അവരോട് പറഞ്ഞത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചം. 2 വെളിച്ചമില്ല. ഈ വെളിച്ചമാണ് പൗലോസ് അപ്പോസ്തലൻ കണ്ടത്.
ദമാസ്കസിന്റെ പടിവാതിൽക്ക് വെച്ച് ആ ഒരു വെളിച്ചം കണ്ടത്. ആ വെളിച്ചത്തോട് ചോദിച്ചു, കർത്താവേ നീ ആരാകുന്നു? ആ വെളിച്ചം ആരാകുന്നു? പഴയ നിയമത്തിൽ പറഞ്ഞു യഹോവ, ഞാനാകുന്നു വെളിച്ചം. ആ വെളിച്ചം എന്താ സംസാരിച്ചത്? നീ ഉപദ്രവിക്കുന്ന യേശു ഞാനാകുന്നു. ദൈവം ഡയറക്റ്റ് ആയിട്ട് ദൈവത്തിന്റെ പേര് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇതുവരെ പറഞ്ഞത് ഞാൻ വീണ്ടും പറഞ്ഞു. റോമർ 10:9 പറഞ്ഞു യേശു തന്നെ കർത്താവ്. യേശുവിനെ കർത്താവ് എന്ന് പറഞ്ഞാൽ യേശുവും കർത്താവും ഒന്നെന്ന് വിശ്വസിക്കും. പക്ഷേ പുത്രന്റെ പേരാണ് യേശു. അതുകൊണ്ട് പുത്രനും പിതാവും ഒന്ന്. ഈ പിതാവ് ആത്മാവായ ദൈവം, പുത്രൻ എന്ന് പറയുന്നത് കന്യകയുടെ ജഡശരീരം. ഈ ജഡശരീരത്തിൽ വന്നതാണ് യേശു ക്രിസ്തു. അത് പോയി മടങ്ങി വന്നതാണ് തിരികെ പരിശുദ്ധാത്മാവ്. ഇത് രണ്ടല്ല, ഇത് 3 വ്യക്തിയല്ല, ഒരു വ്യക്തി തന്നെയാണ്. അതാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.